2023 ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വർഷം തന്നെയായിരുന്നു. ഈ വർഷം ശാസ്ത്രലോകത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 10 കണ്ടെത്തലുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരാമർശിക്കുന്നത്. ഇതിലൊരുപക്ഷെ പറയാതെ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വൈകണ്ട, നമുക്ക് ആ 10 കണ്ടെത്തലിലേക്ക് തന്നെ എത്തി നോക്കാം. ആർട്ടിഫിഷ്യലായ ഒരു ജീവിയെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാലോ? അതായത് ഭൂമിയിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു ജീവി, മനുഷ്യരുടെ ഇഷ്ടാനുസരണം മനുഷ്യർ നിർമ്മിച്ചെടുത്ത ഒരു ജീവി, അത് സാധ്യമായാലോ? പറഞ്ഞു വരുന്നത് റോബോട്ടിനെ കുറിച്ചൊന്നുമല്ല, ശരിക്കുമുള്ള സെല്ലുകൾ കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ട ജീവിയെക്കുറിച്ച് തന്നെയാണ്. ഈ ജീവിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ചില പ്രയോജനങ്ങളുണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന തവളകളുടെ സെല്ലുകൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ചും സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ലൈഫ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു കണ്ടെത്തലിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും ഓൾറെഡി ജീവനുള്ള 2 ജീവജാലങ്ങളുടെ എംബ്രിയോണിക് സെല്ലുകൾ തന്നെയാണ്. അതിൽ ഒരു ജീവി മനുഷ്യൻ തന്നെയാണ്, രണ്ടാമത്തെ ജീവി എലികളാണ്. രണ്ടിൻ്റെയും സെല്ലുകൾ നമ്മൾ എടുത്തു. ആ സെല്ലുകൾ കൊണ്ട് ന്യൂറോണിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. 8 ലക്ഷം ന്യൂറോൺ സെല്ലുകളാണ് ഇതിലുള്ളത്. ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചിപ്പാണ്. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളെ സെൻസ് ചെയ്യാനായി ഈ ഇലക്ട്രോണിക് ചിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നല്ല ചൂട് വരികയാണ്, ആ ചൂടിനെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ജീവനുള്ള ജീവജാലങ്ങൾക്ക് സാധിക്കും. പക്ഷേ ജീവനില്ലാത്ത നമ്മൾ പുതുതായി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു ജീവി, ആ ജീവിക്കും അതിനെ സെൻസ് ചെയ്യാൻ സാധ്യമാകണം. ഇവിടെ അത് സാധ്യമാക്കുന്നത് ഈ സിലിക്കൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൈക്രോ ചിപ്പാണ്. ആ ചിപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ആദ്യം പറഞ്ഞ 8 ലക്ഷം സെല്ലുകളോളം വരുന്ന ന്യൂറോണിൻ്റെ ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. അങ്ങനെയൊരു ആർട്ടിഫിഷ്യൽ ലൈഫ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലവും ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ആ ഒരു ജീവജാലത്തെ ഉപയോഗിച്ച് നമുക്കൊരു ഗെയിം കളിക്കാൻ സാധ്യമായി. നമ്മളെല്ലാവരും കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് പോങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗെയിം. ഗെയിമിലൊന്നുമില്ല, ഒരു പന്താണ്. ആ പന്ത് താഴേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പാഡൽ ഉപയോഗിച്ച് അതിനെ തട്ടി വീണ്ടും മുകളിലേക്ക് ഉയർത്തുക. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ ഫോണിലും മറ്റും കളിക്കുന്ന ഗെയിം തന്നെയാണ്. പക്ഷേ അത് നമുക്ക് കളിക്കാൻ സാധിക്കണമെങ്കിൽ അതിനെ സെൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ന്യൂറോൺ സെല്ലുകളുടെ സഹായത്താൽ പ്രതികരിക്കാനും സാധ്യമാകണം. ഇവിടെ ഒരു ജീവനുമില്ലാത്ത ഒരു ജീവി, അതിന് ശരിക്കും ജീവൻ വെച്ചിരിക്കുകയാണ്. ആ ജീവി അത് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം ഗെയിം കളിക്കുകയാണ്. അത് വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്ര ഗവേഷണം തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നമുക്ക് ന്യൂറോൺ സെല്ലുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതിലേക്ക് സെൻസറുകൾ ഘടിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ആ ന്യൂറോൺ സെല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നു. ആ ജീവിക്ക് പ്രതികരണ ശേഷി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ശരിക്കുമുള്ള ഒരു ജീവിയായി മാറുന്നു. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് മനുഷ്യനുള്ളത്? വലിയ പ്രയോജനം തന്നെയാണ്. നമുക്കറിയാം പുതിയ മരുന്നുകളുടെ കണ്ടെത്തലുകളെക്കുറിച്ച്. ഓരോ വർഷവും പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ തരത്തിലുള്ള മരുന്നുകൾ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ വാക്സിനുകൾ. അവയൊക്കെ എങ്ങനെയാണ് നമുക്ക് പരീക്ഷിക്കാൻ സാധിക്കുന്നത്? നിലവിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജീവജാലത്തിൽ പരീക്ഷിക്കുന്നു. അതിൻ്റെ ഫലം ലഭ്യമായതിനു ശേഷം മറ്റ് കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞാലും മനുഷ്യനിൽ ഇത് ആദ്യമായി പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും എത്തിക്കലി ശരിയായ ഒരു കാര്യമല്ല. സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്ന ആളുകളുണ്ട്, പക്ഷേ അവരെ എപ്പോഴും ആശ്രയിക്കാൻ സാധിക്കുകയില്ല. ചില മരുന്നുകളൊക്കെ മാരകമായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റുകളായിരിക്കും സൃഷ്ടിക്കുന്നത്. അവരെ രക്ഷിക്കാനായി നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് തന്നെ സാധിക്കും. അതിന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചാൽ മതിയാകും. ഇവിടെ ന്യൂറോണിൻ്റെ ഒരു ശൃംഖലയുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു മൈക്രോ ചിപ്പുമുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മരുന്നിനെ ഈ മൈക്രോ ചിപ്പിലേക്ക് ഫീഡ് ചെയ്താൽ മതിയാകും. മരുന്നിനനുസരിച്ച് എങ്ങനെയാണ് ആ ന്യൂറോൺ സെല്ലുകൾ പ്രതികരിക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോശമായ രീതിയിലാണെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും പുതിയ മരുന്നുകൾ വികസിപ്പിക്കാനും സാധ്യമാകുന്നു. ഇനിയിപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പരീക്ഷണമാണെങ്കിൽ അത് നേരിട്ട് മനുഷ്യരിലേക്ക് ഉപയോഗിക്കാനും സാധിക്കും. നിലവിലുള്ള സാധ്യമല്ല, നിലവിലുള്ള പ്രോട്ടോകോൾ അതിന് എതിരാണ്. പക്ഷേ ഇത് വിജയിക്കുകയാണെങ്കിൽ പ്രോട്ടോകോളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും.
ഇതിൻ്റെ അടുത്തതായി നടപ്പിലാക്കാൻ പോകുന്ന പരീക്ഷണം കുറച്ചുകൂടെ രസകരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇതിനെ നമുക്ക് ഒരു തലച്ചോറെന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു ജീവി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തലച്ചോറ് തന്നെയാണ്. 8 ലക്ഷം ന്യൂറോണുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു തലച്ചോറ്. ഈ തലച്ചോറ് മദ്യപിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം സംഭവിക്കുന്നത്? അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതാണ് ഇതിൻ്റെ അടുത്ത ലെവലിലുള്ള പരീക്ഷണം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഓസോൺ പാളിയുടെ വലിയൊരു ഭാഗം ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നു. കണക്കുകൾ പറയുന്നത് 90 മിനിറ്റ് കൊണ്ട് മാത്രം 10% മുതൽ 60% വരെയുള്ള ഓസോൺ പാളികൾ ഇല്ലാതെയാകുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? എന്താണ് ശരിക്കും ഓസോൺ പാളി? മനുഷ്യർ കാരണമുണ്ടാകുന്ന ഓസോൺ പാളിയിലെ വിള്ളലിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരില്ലാതെയും ഇവിടെ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വിള്ളലുകൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഓസോൺ പാളികൾ ഇവിടെ ഇല്ലാതെയായാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു ദുരന്തം. പിന്നീട് ഇവിടെ ഭൂമി ഉണ്ടാവുകയില്ല. ഭൂമിക്ക് പകരം മറ്റൊരു ഗ്രഹമായിരിക്കും. ഇപ്പോൾ നമുക്ക് ചൊവ്വാഗ്രഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ ശുക്രനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണോ ഏകദേശം അതിന് സമാനമായ ഒരു അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത്രയും ഭീകരമായ ഒരു ദുരന്തമാണ് അവിടെ സംഭവിക്കുന്നത്. 1913 വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വർഷമാണ്. ഹെൻറി ബൈസണും ചാൾസ് ഫാബിയും 2 ഗവേഷകരാണ്. 2 പേരും ഒരു പഠനം നടത്തി. സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അതേ പ്രകാശം തന്നെയാണോ ഭൂമിയിൽ എത്തിച്ചേരുന്നത്? സൂര്യന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്ന റേഡിയേഷനെ കുറിച്ച് നമുക്കറിയാം. ഭൂമിയിൽ എത്തിച്ചേരുന്ന റേഡിയേഷനെയും നമുക്കറിയാം. രണ്ടും തമ്മിൽ അവർ താരതമ്യപ്പെടുത്തി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലായത്. സൂര്യനിൽ നിന്ന് വരുന്ന അത്രയും റേഡിയേഷനും ഭൂമിയിൽ എത്തിച്ചേരുന്നില്ല. ചില റേഡിയേഷനുകളെ ഒന്നും നമുക്ക് ഭൂമിയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തായിരുന്നു അതിന് പിന്നിലുള്ള കാരണം? ആ കാരണം കണ്ടെത്താൻ അവർക്ക് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. കാരണം സൂര്യനും ഭൂമിയുടെ പ്രതലത്തിനും ഇടയിൽ നിൽക്കുന്നത് ഒരൊറ്റ ഘടകം മാത്രമാണ്. അത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. അതിൻ്റെ അർത്ഥം ഭൂമിയുടെ അന്തരീക്ഷം ഏതൊക്കെയോ റേഡിയേഷനുകളെ ഇല്ലാതെയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതുമല്ലെങ്കിൽ അതിനെ കടത്തിവിടുന്നില്ല. ഏത് റേഡിയേഷൻ ആണെന്ന് മനസ്സിലായി. കാരണം ഭൂമിയിൽ ലഭ്യമായ റേഡിയേഷൻ നമുക്കറിയാം, സൂര്യനിൽ നിന്ന് പുറപ്പെട്ട റേഡിയേഷൻ നമുക്കറിയാം. രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടെത്തുമ്പോൾ നഷ്ടമായ റേഡിയേഷൻ നമുക്ക് മനസ്സിലാകും. അത് അവർ മനസ്സിലാക്കുക തന്നെ ചെയ്തു. അത് മനസ്സിലാക്കിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഏത് കെമിക്കൽ കാരണമാണ് ആ റേഡിയേഷൻ മാത്രം അബ്സോർബ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അവരുടെ മുൻപിൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് ലഭ്യമായത്. അത് മറ്റൊന്നുമല്ല, ഓസോൺ മാത്രമാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഓസോൺ എന്നാൽ ഒരു കൊട പോലുള്ള ആവരണമാണെന്ന്. അതിന് കാരണവുമുണ്ട്. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ അതിനെ ഒരു കൊടയോട് ഉപമിച്ചാണ് പഠിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കൊട. സാഹിത്യ രൂപത്തിൽ പറയുകയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ യഥാർത്ഥ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അത് തെറ്റായ ഒരു പ്രയോഗമാണ്. ശരിക്കും അതൊരു കൊട തന്നെയല്ല, ഒരു വാതകം മാത്രമാണ്. നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ എന്ന വാതകത്തെ നമുക്കറിയാം. നൈട്രജനെയും ഹൈഡ്രജനെയും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയുള്ള ഒരു വാതകമാണ് ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാതകം. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നമ്മളൊരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഓസോണിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു സുഷിരം ഉണ്ടാക്കുന്നില്ല. ആ വാതകങ്ങളുടെ ഇടയിലൂടെ റോക്കറ്റ് കടന്നു പോകുന്നു എന്ന് മാത്രം. ഈ ഓസോൺ പാളിയെ സാധൂകരിക്കുന്ന കണ്ടെത്തൽ നടത്തിയത് മറ്റൊരു ഗവേഷകനാണ്, ഒരു ബ്രിട്ടീഷ് മെറ്റീരിയോളജിസ്റ്റ്. GMB ഡോബ്സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് ഒരു സ്പെക്ട്രോമീറ്റർ. ഡോബ്സൺ കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇതിനെ ഡോബ്സൺ മീറ്റർ എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഡോബ്സന്റെ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിച്ച് 1928നും 1958നും വലിയ രീതിയിലുള്ള ഒരു സർവേ തന്നെ നടന്നു. അത്തരത്തിലുള്ള നിരവധി മീറ്ററുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉപയോഗിച്ചു. ആ ഭാഗങ്ങൾ എത്രമാത്രം ഓസോൺ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ ആ 30 വർഷക്കാലം കൊണ്ട് ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ആവരണമാണ് ഓസോൺ എന്ന് വ്യക്തമായി നമ്മൾ തെളിയിച്ചു. ഭൂമിയുടെ അന്തരീക്ഷത്തെ പല ലെയറുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. അവിടെയാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 15 കിലോമീറ്റർ മുകളിലാണ് ഓസോൺ പാളി ശരിക്കും തുടങ്ങുന്നത്. അതങ്ങ് 40 കിലോമീറ്റർ വരെ നീണ്ടു പോകുന്നുമുണ്ട്. എല്ലാ ഭാഗത്തും ഇതേ കണക്ക് തന്നെയല്ല. ചില ഭാഗങ്ങളിലൊക്കെ അത് നേർത്ത് വരുന്നുണ്ട്, ചില ഭാഗത്ത് വളരെയധികം കാഠിന്യം കൂടിയ രീതിയിലും വരുന്നുണ്ട്. ഓസോൺ ലെയർ ശരിക്കും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് പോലുള്ള രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ ലെയറാണ്. ഓസോൺ ലെയർ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കാണുന്ന ഭൂമിയുമില്ല.
ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ ഫാക്റ്റിലേക്ക് വരാം. 90 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഓസോൺ ലെയറിന്റെ ബഹുഭൂരിപക്ഷവും അപ്രത്യക്ഷമായി മാറുന്നത്? അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ച് പറയണം. ഒറോറ എന്ന് വിളിക്കും. മുഴുവൻ പേര് ഒറോറ ബോറിയാലിസ്. എന്താണ് ഒറോറ ബോറിയാലിസ്? ഭൂമിയുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ ഒരിക്കലും നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ സതേൺ ലൈറ്റ്സ് കാണാൻ കഴിയുകയില്ല. അത് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നോർത്ത് പോളിലേക്കോ അല്ലെങ്കിൽ സൗത്ത് പോളിലേക്കോ പോകേണ്ടതായിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ചില വർണ്ണക്കാഴ്ചകൾ കാണാൻ സാധിക്കും. ആകാശത്ത് അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കാഴ്ച, പച്ച നിറത്തിലോ അല്ലെങ്കിൽ നീല നിറത്തിലോ കാണാൻ സാധിക്കുന്ന പ്രകാശം. ആ പ്രകാശം ശരിക്കും നൃത്തം വയ്ക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വെറുതെ ഒരു റേഡിയേഷൻ പോലെ കടന്നു പോകുന്ന ഒരു വെളിച്ചം മാത്രമല്ലത്, അത് ഒരു പുഴ പോലെ ഒഴുകി പോവുകയാണ്. എന്നാൽ ആ പുഴ ഒഴുകുന്നത് നമ്മുടെ പ്രതലത്തിലൂടെയല്ല, മറിച്ച് ആകാശത്തിലൂടെയാണ്. നമ്മുടെ അരികിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ഒരു കാഴ്ച. ഏതൊരു വ്യക്തിയും കണ്ടിരിക്കേണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. എന്തുകൊണ്ടാണ് ഒറോറ എന്ന പ്രതിഭാസം നമുക്ക് ധ്രുവപ്രദേശങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്നത്? മറ്റെവിടെയും ഇതില്ലാത്തത് എന്തുകൊണ്ടാണ്? ശരിക്കും പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അറോറ. എന്നാൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതിന്റെ പഴക്കം ഏകദേശം 30,000 ആണ്. 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ ഒരു ഗുഹയിൽ വരച്ചിട്ടുള്ള ഒറോറയുടെ മനോഹരമായ ചിത്രങ്ങൾ. അതിന്റെ അർത്ഥം 30,000 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നല്ല, നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രയും വർഷം പഴക്കമാണ്. പക്ഷേ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്താണ് ഒറോറ? എങ്ങനെയാണ് അതിവിടെ സംഭവിക്കുന്നത്? ഒറോറ ബോറിയാലിസ് എന്ന പേര് ആദ്യമായി ഇതിന് നൽകുന്നത് സാക്ഷാൽ ഗലീലിയോ ഗലീലി തന്നെയാണ്. വർഷം 1619. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വിചിത്രമായ ഒരു പേര് അതിന് നൽകിയത്? ഒറോറയും ബോറിയാലിസും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്. ഒറോറ ഒരു റോമൻ ഗോഡസിന്റെ അല്ലെങ്കിൽ ദേവതയുടെ പേരാണ്. സന്ധ്യാസമയത്തെയാണ് ആ ദേവത സൂചിപ്പിക്കുന്നത്. ബോറിയസ് ഒരു യവന ദേവനാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് നോർത്ത് വിൻഡിനെയാണ്. പക്ഷേ ഒറോറ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ ഗലീലിയോയ്ക്ക് സാധ്യമായില്ല. ഒരുപാട് ഗവേഷകർ പലതരത്തിലുള്ള ഹൈപ്പോത്തിസിസുമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ അതൊന്നും ശരിയായിരുന്നില്ല. ഒടുവിൽ ശരിയായത് നോർവേയിൽ നിന്നുള്ള ഒരു ഗവേഷകന്റെ ഹൈപ്പോത്തിസിസ് ആണ്. ക്രിസ്ത്യൻ ബെർഗ്ലാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ അത് സത്യമാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണമടഞ്ഞിരുന്നു. ഭൂമിക്ക് ചുറ്റുമായിട്ട് ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയമുണ്ട്. ആ കാന്തിക വലയം കാരണം സൂര്യനിൽ നിന്ന് എത്തപ്പെടുന്ന ചാർജ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ ഭൂമിയിലേക്ക് എത്തപ്പെടുന്നില്ല. ഈ കവചം അതിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നാൽ ചില ഭാഗങ്ങൾ എത്തുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് തീർത്തും ദുർബലമായി മാറുന്നു. ആ പ്രദേശങ്ങളാണ് ധ്രുവപ്രദേശങ്ങൾ. അങ്ങനെ ഈ ചാർജ് പാർട്ടിക്കിൾസ് ധ്രുവപ്രദേശത്തിൽ എത്തിച്ചേരുന്നു. ധ്രുവപ്രദേശത്തിലൂടെ ആ ചാർജ് പാർട്ടിക്കിൾ കടന്നു പോകുമ്പോഴാണ് മനോഹരമായിട്ടുള്ള ഈ പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിസ്ത്യൻ ബെർഗ്ലാൻഡിന്റെ ഹൈപ്പോത്തിസിസ് ഇങ്ങനെയായിരുന്നു. ആദ്യകാലത്ത് ആരും ഇത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇത് തെളിയിക്കപ്പെടുന്നത് 1917 അന്ന് അദ്ദേഹം ജീവനോടില്ലായിരുന്നു. ഏതൊരു മനുഷ്യനും നേരിട്ട് അവിടം വരെ പോയി ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അറോറ. പക്ഷേ മനോഹരമായിട്ടുള്ള ആ കാഴ്ചയ്ക്കിടയിലും ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ അപകടത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത് ഒരു കൂട്ടം ഗവേഷകരാണ്. കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള അന്തരീക്ഷ പഠനങ്ങൾ നടത്തുന്ന അറ്റ്മോസ്ഫിയറിക് സയന്റിസ്റ്റ്. അവർ വിചിത്രമായ ഒരു കണ്ടെത്തൽ നടത്തി. അറോറ ഉള്ള ഭാഗങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള ഓസോൺ വിള്ളൽ സംഭവിക്കുന്നുണ്ട്. 400 കിലോമീറ്റർ വരെ വ്യാസമാണ് ആ വിള്ളലിനുള്ളത്. ഈ വിള്ളൽ ഉണ്ടാകുന്നത് വെറും 90 മിനിറ്റ് കൊണ്ടാണ്. എല്ലായ്പ്പോഴും ഓസോൺ വിള്ളലിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരനായി അല്ലെങ്കിൽ വില്ലനായി ചിത്രീകരിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ വലിയ വലിയ ഫാക്ടറികൾ, റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, സ്പ്രേകൾ, ഇതെല്ലാം ഒടുവിൽ ഓസോൺ ലെയറിൽ വിള്ളൽ വരുത്തുന്നു. പക്ഷേ വളരെയധികം മന്ദമായ വേഗതയിലാണ് ആ വിള്ളൽ സംഭവിക്കുന്നത്. പക്ഷേ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വിള്ളൽ അത് അതിതീവ്രമായ വേഗതയിലാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഓസോൺ ലെയറിൽ വിള്ളൽ സംഭവിക്കുന്നത്? അതിൻ്റെ കാരണക്കാർ ക്ലോറിനും ബ്രോമിനുമൊക്കെയാണ്. ഒരൊറ്റ ക്ലോറിൻ മാത്രം സ്ട്രാറ്റോസ്ഫിയറിലെ ഈ ഓസോൺ ലെയറിൽ എത്തിച്ചേർന്നാൽ മതിയാകും. വളരെയധികം വേഗതയിൽ തന്നെ 100,000-ൽ പരം ഓസോണുകൾ ഇല്ലാതെയാകുന്നു. വളരെ വേഗതയിൽ തന്നെ ഓസോൺ ലെയറിനെ ഇല്ലാതെയാക്കാൻ ഇത്തരത്തിലുള്ള ആറ്റങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഓസോൺ ലെയറിന് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. അത് സെൽഫ് ഹീലിംഗ് ആണ്. വളരെ വേഗതയിൽ തന്നെ തിരിഞ്ഞ് പഴയ പടി എത്തിച്ചേരാനും അതിന് സാധിക്കും.
പക്ഷേ അതിതീവ്രമായ രീതിയിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരികെ എത്തുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ്. ഇപ്പോൾ പുതിയതായി ഉണ്ടായി വന്നിരിക്കുന്ന ആ വിള്ളൽ അതുണ്ടായിരിക്കുന്നത് ഒറോറ ബോറിയാലിസ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ് ഉള്ള ഭാഗങ്ങളിലോ അല്ലെങ്കിൽ സദേൺ ലൈറ്റ്സ് ഉള്ള ഭാഗങ്ങളിലോ അല്ല, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലുമല്ല. മറ്റൊരു ഒറോറ സംഭവിച്ചിരിക്കുന്നു. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് IPA അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പ്രോട്ടോൺ ഒറോറ സംഭവിച്ചിരിക്കുന്നു. അവിടെയാണ് 400 കിലോമീറ്ററോളമുള്ള ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒറോറ സംഭവിച്ചിരിക്കുന്നതും ഏകദേശം ധ്രുവപ്രദേശത്തോട് ചേർന്ന് തന്നെയാണ്. പക്ഷേ ധ്രുവത്തിനോട് അത്ര അടുത്തങ്ങ് പോകുന്നുമില്ല. സാധാരണഗതിയിൽ ഒറോറ സംഭവിക്കുന്നതെന്നും കുറച്ച് അകലെ മാറിയായിട്ടാണ് ഈ പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരേ സമയം ഉത്തര ധ്രുവത്തോട് ചേർന്നും ദക്ഷിണ ധ്രുവത്തോട് ചേർന്നും സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പുതിയ ഒറോറ ഉണ്ടായത്? അതിന്റെ ഉത്തരവും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൽ തട്ടി ഇല്ലാതെയാകുന്നു. പക്ഷേ ചില സമയങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടത് ഇല്ലാതെയാകുന്നില്ല. അതിൻ്റെ ചെറിയൊരംശം ഭൂമിയുടെ അന്തരീക്ഷത്തെയും തുളച്ച് അകത്തേക്ക് വരികയാണ്. വരുമ്പോൾ അവിടെയാണ് റേഡിയേഷൻ ബെൽറ്റ് ഉള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വീര്യം നല്ല രീതിയിൽ കുറയുന്നതാണ്. അതിൻ്റെ കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സാന്നിധ്യമായിരുന്നു. അതുമായിട്ട് വലിയൊരു ദന്തയുദ്ധം തന്നെയാണ് സംഭവിച്ചത്. അതിലൂടെ വളരെ വീക്കായിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. അതൊരിക്കലും ഒരു ഒറോറയ്ക്ക് കാരണമായി മാറുന്നില്ല. പക്ഷേ ഇത് റേഡിയേഷൻ ബെൽറ്റിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജ് പിന്നെയും വർദ്ധിക്കുന്നതാണ്. ശക്തമായ രീതിയിൽ അത് ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തിച്ചേരുന്നു. അവിടെയുള്ള ഓസോൺ ലെയർ എത്തിച്ചേർന്നാൽ അത് വലിയ ആപത്തിന് കാരണമായി മാറുന്നു. അവിടെയുള്ള ഓസോണുമായി റിയാക്ട് ചെയ്ത് നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രജൻ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളെ അത് സൃഷ്ടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഓസോൺ ലെയറിൽ വലിയ രീതിയിലുള്ള വിള്ളൽ സംഭവിക്കുന്നു. ഇത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല, വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. ചരിത്രത്തിൽ ഇതിനു മുൻപും ഈ പ്രതിഭാസം ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോഴൊക്കെ ഓസോൺ ലെയറിൽ വലിയ വിള്ളൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടാകും. പിന്നീട് ഓസോണിന്റെ സ്വഭാവം കാരണം അത് പഴയ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ടാകും. പക്ഷേ കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്ന കുറച്ചുകൂടെ ശക്തമായ ഒരു ഒറോറ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഗവേഷകരുടെ ആകുലത ഇപ്പോൾ അതാണ്. അതിനുമപ്പുറം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അവരെ അലട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുമ്പോൾ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രളയവും ചുഴലിക്കാറ്റുമൊക്കെ ഇവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഇത് ഏതൊക്കെ രീതിയിൽ ഭൂമിയെ ബാധിക്കുന്നതാണ്? അതിൻ്റെ ഉത്തരം ഇപ്പോഴും നമ്മുടെ പക്കലില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതുമല്ലെങ്കിൽ നമ്മുടെ ഭൂമി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം അതൊരുപക്ഷെ ഈ ഒറോറ കാരണമുണ്ടാകുന്ന ദുരന്തമാണ്. ഇപ്പോൾ സേഫാണ്, പക്ഷേ എപ്പോഴും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഈ അടുത്ത് ചിത്രീകരിച്ച ഒരു ഡീപ് ഫീൽഡ് ചിത്രം ഇപ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരൊറ്റ ചിത്രത്തിൽ നിരവധി ഗാലക്സികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ കണ്ടെടുക്കാൻ സാധ്യമായിരിക്കുന്നത്. ഈ ഗാലക്സികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിക്കാത്ത ഗാലക്സികളാണ് ഇവ. ശരിക്കും വലിപ്പമുള്ള ഗാലക്സികൾ തന്നെയാണ്. നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ ഏകദേശം അത്രയും തന്നെ വലിപ്പമുണ്ട് ഈ ഗാലക്സികൾക്ക് എല്ലാം തന്നെയും. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് റെഡ് സ്റ്റാർ വിഭാഗത്തിൽപ്പെടുന്ന മെച്വർ സ്റ്റാർസ് ആണ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ കുറിച്ച് നമുക്കറിയാം. മനുഷ്യർ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റെസൊല്യൂഷനുള്ള ടെലസ്കോപ്പ് ഇത് തന്നെയാണ്. പക്ഷേ ജെയിംസ് വെബിലൂടെ നോക്കിയിട്ട് പോലും ഈ ഗാലക്സിയെ നമുക്ക് ചുവന്ന ഡോട്ടുകളായിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രയും അധികം അകലെയാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ട് ശരിക്കും കുറച്ച് നാളുകളായി. ഇപ്പോൾ മാത്രമാണ് നാസ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കുറേയധികം നാൾ നീണ്ടുനിന്ന പഠനങ്ങൾക്കൊടുവിലാണ് അത് ഗാലക്സികൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗാലക്സികൾ സൃഷ്ടിക്കുന്ന പ്രകാശത്തിന് ഒരു തീവ്രതയുണ്ട്. ആ തീവ്രത ദൂരം കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നതാണ്. ആ തീവ്രതയിൽ നടത്തിയ പഠനങ്ങളിലൂടെയാണ് ഇവ എത്രമാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളാണെന്ന് അറിഞ്ഞത്. ഇവയെല്ലാം തന്നെയും പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ ഗാലക്സിയിൽ തന്നെ പെടുന്നവയാണ്. പ്രപഞ്ചമുണ്ടായി വെറും 5 ലക്ഷം വർഷങ്ങൾ മുതൽ 7 ലക്ഷം വർഷങ്ങൾക്കിടയിലാണ് ഈ ഗാലക്സികൾ ഉണ്ടായത്. അതുകൊണ്ട് ഇവയുടെ പഴക്കം ഏകദേശം 1380 കോടി വർഷങ്ങളാണെന്ന് പറയാം. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ പഴക്കം 1361 കോടി വർഷങ്ങളാണ്. അതായത് ആ ഗാലക്സികൾ ഉണ്ടായി ഒരു 19 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഗാലക്സി ഉണ്ടായത്.
ഇത്രയധികം പഴക്കമുള്ള ഗാലക്സികളെ കണ്ടെത്തിയത് ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് ഗവേഷകർ എടുത്തിരിക്കുന്നത്. കാരണം പ്രപഞ്ചത്തിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ ഉണ്ടായത് ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 4 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. പിന്നീട് ആ നക്ഷത്രങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് ആദ്യകാല ഗാലക്സികൾ ഉണ്ടായത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും 5 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഒരു ഗാലക്സി ഉണ്ടാകേണ്ടതല്ല. കാരണം അതിന് കുറെ കൂടെ കാലഘട്ടം വേണ്ടി വരുന്നതാണ്. പ്രായക്കുറവുള്ള നക്ഷത്രങ്ങളെ നമുക്ക് ഏതാണ്ട് നീല നിറത്തിലാണ് കാണാൻ കഴിയുന്നത്. പിന്നീട് അതിന്റെ പഴക്കം കൂടുന്നതനുസരിച്ച് അതിന്റെ നീല നിറം മാറി ചുവന്ന നിറമായി മാറുന്നു. വളരെയധികം പ്രായമുണ്ടെങ്കിൽ കടും ചുവപ്പായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് കടും ചുവപ്പ് തന്നെയാണ്. പ്രധാനമായിട്ടും നമുക്ക് 4 മാർഗങ്ങളിലൂടെ ഗാലക്സികളുടെ പ്രായം കണ്ടെത്താൻ സാധിക്കും. ഒന്ന് സ്റ്റെല്ലാർ പോപ്പുലേഷനാണ്, മറ്റൊന്ന് ഹബിൾ കോൺസ്റ്റന്റ്, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, മറ്റൊന്ന് കെമിക്കൽ അബണ്ടൻസ്. സ്റ്റെല്ലാർ പോപ്പുലേഷൻ മെത്തേഡ് അനുസരിച്ച് ഒരു ഗാലക്സിയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളുടെ പ്രായം മനസ്സിലാക്കിയാണ് ആ ഗാലക്സിയുടെ പ്രായം എത്രയാണെന്ന് മനസ്സിലാക്കുന്നത്. ഗാലക്സിയിൽ ധാരാളമായി നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും. ആ നക്ഷത്രങ്ങൾ വളരെയധികം തിളക്കമേറിയ നീല നിറത്തോടു കൂടിയ നക്ഷത്രങ്ങളാണെങ്കിൽ അത് വളരെയധികം പ്രായം കുറഞ്ഞ ഗാലക്സികളാണ്, അല്ലെങ്കിൽ വളരെയധികം പ്രായം കുറഞ്ഞ നക്ഷത്രങ്ങളാണെന്നാണ് അർത്ഥമാക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് വളരെയധികം മങ്ങിയ ചുവന്ന നിറത്തോടു കൂടിയുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ ആ നക്ഷത്രങ്ങളും ഗാലക്സിയും വളരെയധികം പഴക്കം ചെന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്നും ലഭ്യമാകുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രം ഉപയോഗിച്ച് അതിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുന്നു. ആ തീവ്രത അനുസരിച്ചാണ് അതിൻ്റെ പ്രായം നമ്മൾ ഏകദേശം നിർണ്ണയിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഹബിൾ കോൺസ്റ്റന്റ്. ഹബിൾ കോൺസ്റ്റന്റ് പ്രപഞ്ചത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പ്രപഞ്ചം എത്രമാത്രം തീവ്രമായ വേഗതയിലാണ് വികസിക്കുന്നത് അത് മനസ്സിലാക്കുന്നത് ഹബിൾ കോൺസ്റ്റന്റിന്റെ സഹായത്താലാണ്. ഹബിൾ കോൺസ്റ്റന്റ് അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ വികാസം 73.3 km/s/MeP ആണ്. അതായത് നമ്മളിൽ നിന്നും 32 ലക്ഷം പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം, ആ ഭാഗം വികസിക്കുന്നത് 73.3 km/s എന്ന വേഗതയിലാണ്. അവിടെ നിന്ന് പിന്നെയും നമ്മൾ 32 ലക്ഷം പ്രകാശവർഷങ്ങൾ അകലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ വികാസം ഇതിൻ്റെ 2 ഇരട്ടിയായിരിക്കും. അതങ്ങനെ നീണ്ടുപോകുന്നതാണ്. ഹബിൾ കോൺസ്റ്റന്റ് അനുസരിച്ചും ഗാലക്സിയുടെ ദൂരം അളക്കാൻ സാധ്യമാകും. അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാലക്സി, ആ ഗാലക്സിക്ക് ഒരു ചുവന്ന നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനെ റെഡ് ഷിഫ്റ്റ് എന്ന പേരിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് ആ ഗാലക്സിയുടെ നിറം ചുവപ്പ് നിറമായിട്ടല്ല, മറിച്ച് അത് അകന്നു പോകുമ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് വരുന്ന വേവ് ലെങ്ത് അത് ചുവന്ന നിറത്തിനോട് ചേർന്ന് സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അതിനെയാണ് റെഡ് ഷിഫ്റ്റ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. അതിനിപ്പോൾ ഭൂമിക്ക് നേരെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് റെഡ് ഷിഫ്റ്റ് അല്ല, മറിച്ച് ബ്ലൂ ഷിഫ്റ്റ് ആണ്. ഗാലക്സിയുടെ പ്രായം കണ്ടെത്തുന്നത് ഗാലക്സിയുടെ റെഡ് ഷിഫ്റ്റിൽ നിന്നും പ്രപഞ്ചത്തിന്റെ പ്രായത്തെ കുറയ്ക്കുമ്പോഴാണ്. മൂന്നാമത്തെ മെത്തേഡാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ പോയാലും നമുക്ക് വളരെ ദുർബലമായിട്ടുള്ള ഒരു റേഡിയേഷൻ ലഭ്യമാകുന്നതാണ്. അതിന്റെ കാരണം 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബിഗ് ബാങ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മഹാവികാസത്തെ തുടർന്ന് ഇവിടെ ഒരു വലിയ റേഡിയേഷൻ ഉണ്ടായിരുന്നു. തുടക്കഘട്ടത്തിൽ അത് ശക്തമായിട്ടുള്ള ഒരു റേഡിയേഷൻ തന്നെയായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വളരെയധികം നേർത്ത ഒരു റേഡിയേഷനായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ സഹായത്താൽ നമുക്കൊരു മാപ്പ് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ആ മാപ്പിൻ്റെ സഹായത്താൽ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള താപനിലയും അവിടെ അടങ്ങിയിരിക്കുന്ന റേഡിയേഷൻ്റെ പോളറൈസേഷനും മനസ്സിലാക്കാം. അതുപയോഗിച്ച് ആ ഭാഗത്തെ പ്രായം മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു ഗാലക്സി ഉണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും ആ ഗാലക്സിയുടെയും പ്രായം. മറ്റൊരു മെത്തേഡ് കെമിക്കൽ അബണ്ടൻസ് മെത്തേഡാണ്. ഈ മെത്തേഡ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. താരതമ്യേന അടുത്തുള്ള നക്ഷത്രങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നക്ഷത്രങ്ങൾ നടക്കുന്ന പ്രതിഭാസം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെന്ന് നമുക്കറിയാം. അതായത് വലിപ്പക്കുറവുള്ള ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് കുറെ കൂടി വലിപ്പമുള്ള ആറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് കാരണം അതിഭീകരമായിട്ടുള്ള അളവിലുള്ള ഊർജ്ജമാണ് വെളിയിലേക്ക് പ്രവഹിക്കുന്നത്. ഇങ്ങനെ വലിപ്പക്കൂടുതലുണ്ടാകുന്ന ആറ്റങ്ങൾ പിന്നെയും കൂടിച്ചേർന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള ആറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ആ നക്ഷത്രത്തിന്റെ പ്രായം മനസ്സിലാക്കാൻ സാധിക്കും. ആ നക്ഷത്രത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ മനസ്സിലാക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഒരു നക്ഷത്രത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ തന്നെയാണ്. പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള റേഡിയേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നു. അതിന്റെ സ്പെക്ട്രത്തെ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുന്നതിലൂടെ അവിടെ ഏത് തരത്തിലുള്ള പദാർത്ഥങ്ങളാണ് നിലവിലുള്ളതെന്ന് അറിയാൻ കഴിയും. അങ്ങനെ ആ നക്ഷത്രത്തിന്റെ പ്രായം മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ആ നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗാലക്സിയുടെ പ്രായവും ഇപ്രകാരം അളക്കാൻ സാധിക്കും. ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ ജെയിംസ് വെബിൽ ഘടിപ്പിച്ചിരിക്കുന്ന നിയർ ഇൻഫ്രാറെഡ് ക്യാമറ അല്ലെങ്കിൽ നിർക്യാമിന്റെ സഹായത്താൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ്.
സീർസ് പ്രോഗ്രാം അല്ലെങ്കിൽ കോസ്മിക് എവല്യൂഷൻ എയർലി റിലീസ് സയൻസ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേറ്റകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടേ ഉള്ളൂ. ഇനിയും നിരവധി പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആസ്ട്രോഫിസിസ്റ്റുകൾ ഇതിൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ശാസ്ത്രലോകം അവരുടെ റിസൾട്ടിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഫലങ്ങൾ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയേക്കും. കാരണം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കണ്ടെത്തലാണ് ജെയിംസ് വെബ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഓഫ് എനർജി വളരെ വിഖ്യാതമായ ഒരു തിയറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വെറും ഒരു തിയറി മാത്രമല്ലത്, ഇപ്പോൾ പ്രാക്ടിക്കലി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ? അതെങ്ങനെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്? അതിലൂടെ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? വളരെ ലഘുവായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ലാത്ത ശൂന്യതയിൽ ഊർജത്തെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യം. ഇറ്റ്സ് ഇംപോസിബിൾ, ഇറ്റ്സ് ഇംപ്രോബബിൾ. പക്ഷേ അത് സാധ്യമായിരിക്കുന്നു. ക്ലാസിക്കൽ ഫിസിക്സ് നിയമങ്ങൾ അനുസരിച്ച് ഒരിക്കലും നമുക്ക് ഊർജത്തെയോ മാറ്ററിനെയോ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഭാഷയിൽ നിന്നും നമ്മൾ ക്വാണ്ടം ഫിസിക്സിന്റെ ഭാഷയിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മുടെ യുക്തിക്ക് പോലും നിരക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളുമാണ് അവിടെ സംഭവിക്കുന്നത്. ക്ലാസിക്കൽ ഫിസിക്സ് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെയധികം വലിപ്പമേറിയ നക്ഷത്രങ്ങൾ മുതൽ നമ്മുടെ ഭൂമിയിൽ കാണുന്ന ചെറിയ കല്ല് പോലും ഫിസിക്സിന്റെ ഭാഗമാണ്. പക്ഷേ ക്വാണ്ടം ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെയധികം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ, ആറ്റത്തിൻ്റെയും ഉള്ളിലുള്ള കാര്യങ്ങൾ, അവിടെ നടക്കുന്ന പല മാറ്റങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സിന്റെ ഭാഷയിൽ ഇത് അസാധ്യമായ കാര്യമല്ല. ക്വാണ്ടം ഫിസിക്സിന്റെ ഭാഷയിൽ തന്നെയാണ് ഇതിപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ക്വാണ്ടം വാക്യൂം സ്റ്റേറ്റ്, വാക്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൂന്യത തന്നെയാണ്. പക്ഷേ ക്വാണ്ടം ഫിസിക്സിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് വെറും ശൂന്യതയല്ല, അത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ആണ്. ഏതൊരു ശൂന്യത എടുത്താലും അവിടെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള കാരണം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ കുറിച്ച് സങ്കല്പിക്കുക. ഒരേ സമയം നമുക്ക് ആ ഇലക്ട്രോണിന്റെ പൊസിഷനും അതിന്റെ വെലോസിറ്റിയും കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇതാണ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ. അതിന്റെ അർത്ഥം കൃത്യമായിട്ടുള്ള ഒരു ശൂന്യത തന്നെ ഇല്ല. ശൂന്യത ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഭാഗത്ത് പോലും ഇലക്ട്രോൺ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചുരുക്കത്തിൽ ക്വാണ്ടം വാക്യൂം സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാവാൻ ഏറ്റവും കുറഞ്ഞ സാധ്യതയുള്ള ഒരു സ്പേസ് ആണ്. ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഗത്ത് ഊർജം വളരെയധികം കൂടുതലായിരിക്കും. അതിൻ്റെ സാധ്യത ഏറ്റവും കുറഞ്ഞ ഭാഗത്ത് ഊർജം വളരെയധികം കുറവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടം വാക്യൂം സ്റ്റേറ്റിലായിരിക്കും ഏറ്റവും കുറഞ്ഞ ഊർജമുള്ളത്. ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. അത് കാരണം സൃഷ്ടിക്കപ്പെടുന്ന ചില എഫക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് കാസ്മീർ എഫക്റ്റ്. ആ കാസ്മീർ എഫക്റ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധ്യമാകും. അതിനുവേണ്ടി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിച്ചാൽ മാത്രം മതി. 2 പാരലൽ കണ്ടക്ടിംഗ് പ്ലേറ്റുകൾ, ആ പ്ലേറ്റുകളുടെ ഇടയിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ ഫീൽഡ് പിന്നീട് ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷന് കാരണമായി മാറുന്നുണ്ട്. അവിടെ കാശ്മീർ എഫക്റ്റ് ഉണ്ടാകുന്നു. അത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. 2023 ജനുവരി മാസത്തിൽ ഒരു പരീക്ഷണം വിജയകരമായി കലാശിച്ചിരിക്കുകയാണ്. ആ പരീക്ഷണത്തിലൂടെ ഒരു ടെലിപ്പോർട്ടേഷനാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതായത് ഒരു ഊർജം, ആ ഊർജം ഒരു പൊസിഷനിലുണ്ട്. ആ പൊസിഷനിലുള്ള ഊർജം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷമാകുന്നു. ഇതാണ് ടെലിപ്പോർട്ടേഷൻ. ഇവിടെ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ട്രാൻസ്മിഷനും സംഭവിക്കുന്നില്ല. ഊർജം ഒരു സ്ഥലത്തു നിന്നും കണ്ടക്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുമില്ല. ഒരു രീതിയിലുള്ള തെർമോഡൈനാമിക് നിയമങ്ങളും ഇവിടെ സംഭവിക്കുന്നില്ല. അതിനെല്ലാം വിപരീതമായിട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ക്വാണ്ടം ഫിനോമിന മാത്രമാണ്. ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. ക്വാണ്ടം ഫിസിക്സിനുള്ളിൽ തന്നെ വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഫിനോമിനയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. അത് വളരെ ലഘുവായി മനസ്സിലാക്കാനായി നമുക്ക് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിന് വിധേയമായ 2 ഫോട്ടോൺസിനെ എടുക്കാവുന്നതാണ്. ഫോട്ടോൺസ് ആണ് ഒരു പ്രകാശത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റുകൾ. ആ ഫോട്ടോണുകൾ നിരവധി ചേരുമ്പോൾ അത് പ്രകാശമായി മാറുന്നു. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിന് വിധേയമായിട്ടുള്ള 2 ഫോട്ടോൺസ്.
ആ 2 ഫോട്ടോൺസും 2 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെന്ന് എടുക്കാം. അവ തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. ഒരിടത്ത് സംഭവിക്കുന്ന ഒരു മാറ്റം മറ്റൊരിടത്ത് മറ്റൊരു മാറ്റമായി മാറുന്നു. അതായത് ഒരിടത്തുള്ള ഫോട്ടോണിൻ്റെ ഊർജ്ജം നമ്മൾ അളക്കുകയാണെങ്കിൽ അതേ ഊർജ്ജം തന്നെയായിരിക്കും മറ്റൊരിടത്തുള്ള ഫോട്ടോണിൻ്റെ ഊർജ്ജം. കാരണം അത് രണ്ടും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമായിരിക്കുന്നു. ഒരു ഫോട്ടോണിൽ നമ്മൾ വരുത്തുന്ന മാറ്റം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമായ മറ്റൊരു ഫോട്ടോണിൽ അതേ രീതിയിൽ തന്നെ ബാധിക്കപ്പെടുന്നു. അവ തമ്മിൽ എത്ര ലക്ഷം പ്രകാശവർഷങ്ങളുടെ അകലമുണ്ടെങ്കിൽ പോലും ഇത് ബാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എനർജി എന്ന ടേം ഉപയോഗിക്കാൻ സാധിക്കും. ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതേ എനർജി തന്നെ ആയിരിക്കും മറ്റൊരു സ്ഥലത്തുള്ള അതിൻ്റെ എൻറ്റാങ്കിൾഡ് വേർഷനിലും ഉണ്ടായിരിക്കുക. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രാക്ടിക്കലി ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പം നമുക്ക് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് സാധ്യമാകും, പക്ഷേ ദൂരം കൂടുന്തോറും അതിനെ എൻറ്റാങ്കിൾമെൻറ്റിൽ തന്നെ തുടർന്ന് നിലനിർത്തുക എന്നതും വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പ്രക്രിയയാണ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനും അളവുകോലുണ്ട്. നമുക്ക് പല ലെവലുകൾ അല്ലെങ്കിൽ പല ക്വാളിറ്റികൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എനർജി ട്രാൻസ്ഫർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫർമേഷനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമുക്ക് വേണ്ടതെങ്കിൽ, അവിടെ ഉണ്ടായിരിക്കേണ്ട എൻറ്റാങ്കിൾമെൻറ്റിൻ്റെ എമൗണ്ടും വളരെയധികം കൂടുതലാണ്. പ്രാക്ടിക്കലി ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് ലഭ്യമാകുന്നത്? വലിയ പ്രയോജനങ്ങൾ തന്നെയാണ്. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പോലും ഈ സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കുന്നതാണ്. ക്വാണ്ടം ഇൻ്റർനെറ്റ് ഇതിൻ്റെ വലിയൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻഫർമേഷനെ ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ആവശ്യമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നിലവിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്നുണ്ട്, ട്വിസ്റ്റർ പെയർ കേബിളുകൾ ഉപയോഗിക്കുന്നുണ്ട്, കൊയാക്സൽ കേബിളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നാളെ ഇതൊന്നും ആവശ്യം വരുന്നില്ല. ഇൻഫർമേഷനും അപ്പുറമാണ് എനർജി. ക്വാണ്ടം ഇൻ്റർനെറ്റ് യാഥാർത്ഥ്യമാണെങ്കിൽ ക്വാണ്ടം എനർജിയും യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ ഒരു ഗവേഷകനാണ് മഷിറോ ഹോട്ട. ടൊഹോക്കു യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത ഫിസിസിസ്റ്റാണ് അദ്ദേഹമാണ് തിയറികളുടെയും മാത്തമാറ്റിക്കൽ സമവാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഊർജ്ജത്തെ ഇപ്രകാരം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ ലൈനുകളുടെ ഒന്നും ആവശ്യം നമുക്കില്ല, ട്രാൻസ്ഫോമറുകളുടെയും ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് ഒരു തരത്തിലുള്ള ഇലക്ട്രിക്കൽ കണക്ടിവിറ്റിയും ആവശ്യമില്ല. യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപാണ് ഹോട്ട ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വച്ചത്. പക്ഷേ ഇത് മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഹോട്ട പോലും കരുതി കാണില്ല ഒരു 20 വർഷം കൂടി കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമെന്ന്. കാരണം അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് അത് പ്രാക്ടിക്കലാക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ പിന്നീടുള്ള വർഷങ്ങൾ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ അതിഭീകരമായിട്ടുള്ള വളർച്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ അവൈലബിൾ ആണ്. പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വ്യാവസായിക ശാലകളിലുമൊക്കെ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഗവേഷകൻ ഈ കണ്ടെത്തൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇതും ഒരു ജാപ്പനീസ് ഗവേഷകനാണ്. അദ്ദേഹം സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷകനായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കസൂക്കി ഇക്കേഡ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു സാധാരണ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ സഹായത്താലാണ് ഈ ടെലിപോർട്ടേഷൻ അദ്ദേഹം യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുന്നത്. ഏകദേശം 158 കിലോമീറ്ററോളം അകലത്തിലേക്കാണ് അദ്ദേഹത്തിന് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമായത്. അദ്ദേഹത്തിന്റെ റിസർച്ച് സെന്ററായ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റോണി ബ്രോക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 158 കിലോമീറ്റർ അകലെയുള്ള ബ്രൂക്ക് ഹാവൻ നാഷണൽ ലബോറട്ടറിയിലേക്കാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്തത്. ക്വാണ്ടം ഇന്റർനെറ്റ് കൂടി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇത് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും വളരെ അനായാസമായി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നിലവിലുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ 2030കളുടെ മധ്യഭാഗമാകുമ്പോഴേക്കും ഇവിടെ ക്വാണ്ടം ഇന്റർനെറ്റ് ലോകം മുഴുവനും വ്യാപകമായിരിക്കും. അന്ന് അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് ഊർജ്ജത്തെയും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ചൂട് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അധികം ആളുകളൊന്നും എയർ കണ്ടീഷണേഴ്സ് ഉപയോഗിക്കാറില്ലായിരുന്നു, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യത്ത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഓരോ വർഷം കഴിയും തോറും വിറ്റുകൊണ്ടിരിക്കുന്ന AC-യുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. AC-ക്ക് സമാനമായ പ്രവർത്തനം ചെയ്യുന്ന മറ്റൊന്നാണ് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജുകൾ. താപനില കുറയ്ക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് അസഹ്യമായിട്ടുള്ള ചൂടിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനും വ്യാവസായിക ശാലകളിലെ ഇലക്ട്രോണിക് ഡിവൈസുകളെ തണുപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എയർ കണ്ടീഷണേഴ്സ് ഇല്ലാത്ത, റെഫ്രിജറേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല.
ഗ്ലോബൽ വാർമിംഗ് കാരണം ദിനംപ്രതി താപനില വർദ്ധിച്ചുകൊണ്ടുമിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ താപനിലയെ വർദ്ധിപ്പിക്കുന്നതിൽ ഈ എയർ കണ്ടീഷണറിന് തന്നെ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. റെഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. അതിനെ തുടർന്ന് കൂടുതലായി താപനില ഉണ്ടാകുന്നു. അത് ഒഴിവാക്കാനായി കൂടുതൽ റെഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും നമ്മൾ വാങ്ങിക്കുന്നു. പിന്നെയും അതിനെ തുടർന്ന് താപനില വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതൊരു ലൂപ്പ് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. താപനില കുറയ്ക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണേഴ്സ് തന്നെ ഭാവിയിലെ താപനിലയെ വർദ്ധിപ്പിക്കുകയാണ്. ആ ലൂപ്പിന് ഒരു വിരാമം ഇടേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെല്ലാം പുറമെ വലിയ രീതിയിലുള്ള പവർ കൺസപ്ഷൻ തന്നെയാണ് റെഫ്രിജറേറ്റേഴ്സും എയർ കണ്ടീഷണേഴ്സും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലൂപ്പിൽ നിന്നും നമ്മളെ വെളിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കണ്ടെത്തലുമായിട്ടാണ് MITയിലെ റിസർച്ചേഴ്സ് മുന്നോട്ട് വരുന്നത്. അവരുടെ പക്കലുള്ളത് ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്. ഈ സിസ്റ്റത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് പാസീവ് കൂളിംഗ് സിസ്റ്റം എന്നാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എയറോജെല്ലാണ്. AC-ക്കും റെഫ്രിജറേറ്ററിനും ഉയർന്ന അളവിലുള്ള പവർ അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ പവർ ഒരു തരത്തിലും ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഒരു തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളെയും ഇത് വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്നുമില്ല. ഇവിടെ ഇന്ധനമായി ആവശ്യമുള്ളത് ജലം മാത്രമാണ്. അത് ധാരാളമായി നമുക്കിവിടെ കിട്ടാനുമുണ്ട്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് ഏത് തരത്തിലുള്ള മാറ്റമാണ് ഭൂമിയിൽ വരുത്താൻ പോകുന്നത്? ഇത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയി പരിശോധിക്കാൻ പോകുന്നത്. ക്ലീൻ കൂളിംഗ് കൊളാബറേറ്റീവിന്റെ കണക്കനുസരിച്ച് നമ്മൾ മൊത്തം ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ 20% പാഴാക്കുന്നത് എയർ കണ്ടീഷണേഴ്സിനും റെഫ്രിജറേറ്റേഴ്സിനും വേണ്ടിയാണ്. അത് ഏകദേശം 2000 ടെറാവാട്ട് അവർ വരുന്നതാണ്. മാത്രമല്ല ഇത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടുമിരിക്കുകയാണ്. 2018 പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് 2050 ആകുമ്പോഴേക്കും എയർ കണ്ടീഷണേഴ്സിന്റെ ഉപയോഗം 3 ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. AC-യുടെ പ്രവർത്തനം കാരണം ധാരാളമായി ഇൻഡയറക്റ്റ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ സംഭവിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഭൂമിയിൽ അത്യാവശ്യമായിട്ടുള്ള വാതകങ്ങളാണ്. അത് ഭൂമിയിൽ ഇല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം അസഹ്യമാണ്. പക്ഷേ അതിന്റെ അളവ് വർദ്ധിച്ചാലും പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആ അളവ് ഇപ്പോൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉയർന്ന തലത്തിലേക്ക് ഉയരാനുള്ള കാരണവും. 1990 മുതൽ 2021 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ എയർ കണ്ടീഷണർ കാരണം സൃഷ്ടിക്കപ്പെടുന്ന ഇൻഡയറക്റ്റ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ 2 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കാർബൺ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ അപകടകരമായി മാറുന്നത് ഹൈഡ്രോഫ്ലൂറോ കാർബണിന്റെ എമിഷനാണ്. AC-യിൽ നിന്നും അതും ധാരാളമായി എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കാർബൺ ഡയോക്സൈഡ് എമിഷന്റെ 1000 ഇരട്ടിയിൽ അധികം അപകടമാണ്. പാസീവ് കൂളിംഗ് സിസ്റ്റം ഐസറുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസുലേറ്റഡ് കൂളിംഗ് വിത്ത് ഇവാപറേഷൻ ആൻഡ് റേഡിയേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ നാമം. ഒരു അനാലജി പറയുകയാണെങ്കിൽ അതൊരു സോളാർ പാനൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സോളാർ പാനൽ സൂര്യന്റെ പ്രകാശം കാരണം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ഊർജ്ജത്തെ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൂളിംഗ് എഫക്റ്റ് ആണ്. ഐസറിലെ IC ഇൻസുലേറ്റഡ് കൂളിംഗിനെ സൂചിപ്പിക്കുന്നു. ഇത് ശരിക്കും ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ തടയുകയാണ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സ് നിയമങ്ങൾ അനുസരിച്ച് ചൂട് ഒരു ഭാഗത്ത് തന്നെ അടഞ്ഞുകൂടിയിരിക്കുകയല്ല ചെയ്യുക. അത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിന് തടയിടുന്നത് ഐസറിന്റെ IC എന്ന് പറയുന്ന മെക്കാനിസമാണ്. ആൽഫബറ്റ് E ഉദ്ദേശിക്കുന്നത് ഇവാപറേഷൻ കൂളിംഗ് ആണ്. ഉയർന്ന താപനിലയെ ഒഴിവാക്കാനുള്ള ഒരു വിദ്യ. അത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റുക എന്നതാണ്. അതുതന്നെയാണ് ഇവാപറേഷനും. അതിലൂടെ നമുക്ക് ചൂട് കുറയ്ക്കാൻ സാധിക്കും. അത് ആൽഫബറ്റായ R. അത് സൂചിപ്പിക്കുന്നത് റേഡിയേഷൻ കൂളിങ്ങിനെയാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഭൂമിയെ തന്നെ ഉദാഹരണമായി എടുക്കാം. ഭൂമിയിൽ പ്രഭാത സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള ചൂട് വന്ന് പതിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും ആ ചൂടിനെ ഭൂമി റേഡിയേറ്റ് ചെയ്ത് വെളിയിലേക്ക് കളയാറുമുണ്ട്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ആ റേഡിയേഷനിലൂടെ കൂടുതൽ ചൂട് വെളിയിലേക്ക് പോകുന്നതാണ്. പക്ഷേ രാത്രികാലത്ത് ആകാശത്ത് ധാരാളമായി മേഘങ്ങൾ ഉണ്ടെങ്കിൽ ചൂട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ റേഡിയേറ്റ് ചെയ്യുന്ന റേഡിയേഷൻ വെളിയിലേക്ക് പോകുന്നില്ല, ആ മേഘങ്ങളിൽ തട്ടി താഴേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ തന്നെയാണ് ഐസറിലും സംഭവിക്കുന്നത്. അവിടേക്ക് വന്ന് പതിക്കുന്ന പ്രകാശത്തെ അല്ലെങ്കിൽ റേഡിയേഷനെ പൂർണ്ണമായിട്ടും അത് റിഫ്ലക്റ്റ് ചെയ്ത് വെളിയിലേക്ക് ഒഴിവാക്കി വിടുന്നു. ഈ 3 ഘട്ടങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് AC-ക്ക് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനമായി മാറുന്നു. ഇവിടെ നമുക്ക് ഒരു തരത്തിലുള്ള പവറും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. എങ്ങനെയാണ് ശരിക്കും ഐസറിന്റെ പ്രവർത്തനം നടക്കുന്നത്? അതിന്റെ രൂപകൽപ്പന എപ്രകാരമാണ്? അതിന്റെ രൂപം ഏകദേശം ഇപ്രകാരമാണ്. അതായത് ഒരു സാൻഡ്വിച്ച് ഷേപ്പിലാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. 3 ലെയറുകൾ ഉണ്ടായിരിക്കും.
അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ടോപ്പ് ലെയർ എയറോജെല്ലാണ്. അതൊരു ഇൻസുലേറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നാസയുടെ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകത്തിൽ വെച്ച് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ഇൻസുലേറ്റർ അത് എയറോജെല്ലാണ്. എയറോജെൽ ശരിക്കും ഒരു സ്പോഞ്ച് പോലെ തന്നെയാണ്. സ്പോഞ്ചിൽ നമുക്ക് ധാരാളമായി സുഷിരങ്ങൾ കാണാൻ സാധിക്കും. ആ സുഷിരങ്ങൾ നിറയെ ധാരാളമായ വായുണ്ട്. പക്ഷേ എയറോജെലിൻ്റെ സുഷിരങ്ങൾ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അത് വളരെയധികം നേർത്തതാണ്. മനുഷ്യരുടെ മുടിക്ക് പോലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത്ര ചെറുതാണ് എയറോജെലിൽ അടങ്ങിയിരിക്കുന്ന സുഷിരങ്ങൾ. വലിപ്പക്കുറവാണെങ്കിലും എയറോജെലിൽ അടങ്ങിയിരിക്കുന്ന സുഷിരങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു എയറോജെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 95% വായുവാണ്. അവശേഷിക്കുന്ന 5% പദാർത്ഥം മാത്രമാണ് എയറോജെലിറ്റിയായി ഉള്ളത്. അതേ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഡെൻസിറ്റിയും വളരെയധികം കുറഞ്ഞതാണ്. അതിനുശേഷം വരുന്ന ആ സാൻഡ്വിച്ചിൻ്റെ മധ്യഭാഗത്തായി വരുന്ന ഭാഗം അത് ഹൈഡ്രോജെല്ലാണ്. ഏകദേശം എയറോജെല്ല് പോലെ തന്നെയാണ് ഹൈഡ്രോജെല്ല്. എയറോജെല്ലിൽ വായു അടങ്ങിയിരിക്കുമ്പോൾ ഹൈഡ്രോജെല്ലിൽ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ അടങ്ങിയിരിക്കുന്നത് ജലമാണ്. ജലമാണ് ഇവാപ്രേഷന് കാരണമായി മാറുന്നത്. വളരെയധികം ചൂട് കൂടുതലാണെങ്കിൽ ജലം ഇവാപ്രേറ്റ് ചെയ്തു പോകുന്നു. അതിനെ തുടർന്ന് ആ ചൂട് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവാപ്രേറ്റ് ചെയ്തു പോകുന്നതിലൂടെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ വാല്യൂവിന് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ധാരാളമായി ജലം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ ആവശ്യമായി വരുന്ന ഫ്യുവൽ അത് ജലമാണ്, വൈദ്യുതിയല്ല. മൂന്നാമത്തെയും അവസാനത്തെയും ലെയറാണ് മിറർ. ഐസറിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ മിററാണ്. ഈ മിറർ തന്നെയാണ് അവിടേക്ക് വന്നു ചേരാൻ ശ്രമിക്കുന്ന പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്ത് വിടുന്നത്. ഐസറിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചതാണ്. MITയിലെ ഒരു കെട്ടിടത്തിന് മുകളിലായിരുന്നു ഈ പരീക്ഷണം നടപ്പിലാക്കിയത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച ടെസ്റ്റ് സൈസിന് 10 സെന്റിമീറ്റർ മാത്രമായിരുന്നു വലിപ്പവും. ഇതിലൂടെ വളരെയധികം എക്സ്ട്രീം കണ്ടീഷനിൽ പോലും താപനില 9 ഡിഗ്രി സെൽഷ്യസിനും താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എക്സ്ട്രീം കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന പ്രദേശത്തെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള താപനിലയെ നമുക്ക് അതിലും ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. MITയിലെ ഗവേഷകർ ഐസർ ഇംപ്ലിമെന്റ് ചെയ്തത് 2017 സെപ്റ്റംബർ മാസത്തിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സബ് ആംബിയന്റ് നോൺ ഇവാപറേറ്റീവ് ഫ്ലൂയിഡ് കൂളിംഗ് വിത്ത് ദ സ്കൈ എന്നാണ് ആ ജേണലിന്റെ പേര്. ഇനി എന്താണ് പ്രശ്നം? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. AC-യേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരു രീതിയിലുള്ള എമിഷനും ഉണ്ടാക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇത് പ്രാവർത്തികമാക്കാത്തത്? പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഗവേഷകർ. പക്ഷേ ഐസർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിൻ്റെ വില തന്നെയാണ്. നിർമ്മാണ ചെലവ് വളരെയധികം കൂടുതലാണ്. AC-യേക്കാൾ വളരെയധികം വിലപിടിപ്പുള്ള ഒരു വസ്തുവായിരിക്കും ഐസർ. പക്ഷേ പഠനങ്ങൾ ഇപ്പോഴും ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠന പ്രാധാന്യം നൽകുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എങ്ങനെ ഐസർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കോസ്റ്റ് പ്രോബ്ലംസ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ ശാസ്ത്രത്തിന് സാധ്യമായിട്ടുമുണ്ട്. ആദ്യമിറക്കിയ കമ്പ്യൂട്ടറുകളുടെ വില തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യമിറക്കിയ ഫോണുകളുടെ വില ഒന്ന് ചിന്തിച്ചു നോക്കുക. കാലം മാറിയപ്പോൾ, ടെക്നോളജി കൂടുതൽ വികസിച്ചപ്പോൾ അവയുടെ വില ഇടിഞ്ഞു. അതുതന്നെയാണ് ഈ മേഖലയിലും സംഭവിക്കാൻ പോകുന്നത്. ഇത് നാളത്തെ ടെക്നോളജിയാണ്. നാളെ നമ്മൾ കാണാൻ പോകുന്നത്, സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അനിവാര്യമായ ഈ മാറ്റം തന്നെയാണ്. കണ്ടെത്തലാണ് നമ്മുടെ ഗാലക്സിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയായ ആൻഡ്രോമിഡയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അമച്ചർ ആസ്ട്രോണമേഴ്സായ മാഴ്സർ ഡ്രഷ്ലർ, സേവിയർ സ്ട്രോട്ട്നർ, യാൻ സാൻഡി തുടങ്ങിയവരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പ്രതിഭാസം, അതിന് നൽകിയിരിക്കുന്ന പേര് സ്ട്രോട്ട്നർ ഡ്രഷ്ലർ സാൻഡി ഒബ്ജക്റ്റ് 1 എന്നാണ്. ആൻഡ്രോമിഡ ഗാലക്സി നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഗാലക്സി ആയതുകൊണ്ട് തന്നെ അമച്ചർ ആസ്ട്രോണമേഴ്സ് എല്ലാവരും തന്നെയും ഫോക്കസ് ചെയ്യുന്നത് ഈ ഗാലക്സിയാണ്. സാങ്കേതികവിദ്യയുടെ പെട്ടെന്നുള്ള വളർച്ച കാരണം അമച്ചർ ആസ്ട്രോണമേഴ്സിന്റെ പക്കൽ പോലും വളരെയധികം ഹയർ എൻഡിലുള്ള ടെലസ്കോപ്പുകളാണ് ഉള്ളത്. ആ ടെലസ്കോപ്പിലൂടെ അവർ നിരന്തരമായി ആൻഡ്രോമിഡയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതിനു പുറമെ വ്യത്യസ്തമായിട്ടുള്ള ഒബ്സർവേറ്ററികളിലൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോണമേഴ്സും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പര്യവേഷണങ്ങളിലൂടെ ആൻഡ്രോമിഡയിൽ അടങ്ങിയിരിക്കുന്ന വലുപ്പമേറിയ പ്രതിഭാസങ്ങളെല്ലാം തന്നെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴുള്ള പര്യവേഷണങ്ങളിലൂടെ ലഭ്യമായിരിക്കുന്നത്. ആൻഡ്രോമിഡയിൽ അടങ്ങിയിരിക്കുന്ന നെബുലകളെ നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴായി കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും അതിൽ പഠനങ്ങൾ നടത്തുന്നുമുണ്ട്.
പക്ഷേ മുൻപെങ്ങും കണ്ടെത്തിയിട്ടില്ലാത്ത വലിപ്പമേറിയിട്ടുള്ള ഒരു നെബുലയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു നെബുല തന്നെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ്രോമീഡയുടെ ഈ ഒരു ദൃശ്യത്തിലേക്ക് നോക്കുക. വളരെയധികം എക്സ്പോഷർ ടൈമിൽ അവർ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഈ ചിത്രത്തിലേക്ക് അവർ ആദ്യം ചെയ്തത് ഒരു ഫിൽട്ടർ അപ്ലൈ ചെയ്യുക എന്നതാണ്. ഫിൽട്ടർ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്ത പല പ്രതിഭാസങ്ങളെയും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫിൽട്ടറിംഗ് ടെക്നിക്കിലൂടെ ഇപ്പോൾ ഈ 3 ആസ്ട്രോണമേഴ്സും കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിന് എതിരായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ്. ആൻഡ്രോമീഡയിൽ പൂർണ്ണമായിട്ടും വ്യാപിച്ചു കിടക്കുന്ന ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത വലിപ്പമേറിയ ഒരു നെബുലയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നെബുല എന്നാൽ ഒരു വലിയ മേഘമാണ്. ആ മേഘത്തിൽ ധാരാളം വാതകങ്ങൾ ഉണ്ടായിരിക്കും. അതിനു പുറമെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. ഈ നെബുലയിൽ നിന്ന് തന്നെയാണ് പുതിയതായി നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് അവിടെ സൗരയൂഥം പോലുള്ള നിരവധി സോളാർ സിസ്റ്റംസും ഉണ്ടാകുന്നു. ഗ്രാവിറ്റി കാരണം നെബുലയിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും പരസ്പരം ഒന്നുചേരുന്നതിലൂടെയാണ് പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. ഈ 3 അമച്ചർ ആസ്ട്രോണമേഴ്സും ചിത്രീകരിച്ചിരിക്കുന്ന ആൻഡ്രോമീഡയുടെ ചിത്രം, ആ ചിത്രത്തിൽ ആദ്യം അവർ ഹൈഡ്രജൻ ഫിൽട്ടർ അപ്ലൈ ചെയ്യുകയുണ്ടായി. ഈ ഫിൽട്ടറിലൂടെ അവിടെ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ ക്ലൗഡുകളുടെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈഡ്രജൻ ഫിൽട്ടേർഡ് ഔട്ട്പുട്ടിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ആൻഡ്രോമീഡ പൂർണ്ണമായിട്ടും വ്യാപിച്ചു കിടക്കുന്ന ഹൈഡ്രജൻ വാതകമാണ്. ആൻഡ്രോമീഡ മാത്രമെന്ന് പറയാൻ സാധിക്കുകയില്ല, അതിൻ്റെ ചുറ്റുപാടുമെല്ലാം ഈ വാതകം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മിൽക്കി വേയുടെ അടുത്ത് തന്നെയാണ് ആൻഡ്രോമീഡ ഗാലക്സിയും ഉള്ളത്. ആ വാതകങ്ങൾ നമ്മുടെ മിൽക്കി വേയിൽ പോലും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അത്രയധികം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ക്ലൗഡ് തന്നെയാണ്. മിൽക്കി വേയിൽ നിന്നും ആൻഡ്രോമീഡയിലേക്ക് ഏകദേശം 25 ലക്ഷം പ്രകാശവർഷങ്ങൾ ദൂരമുണ്ട്. അത് വലിയൊരു ദൂരം തന്നെയാണ്. മിൽക്കി വേയ്ക്കും ആൻഡ്രോമീഡയ്ക്കും ഇടയിൽ 25 മിൽക്കി വേകൾ അടുപ്പിച്ച് അടുക്കി വെച്ചാൽ എത്രമാത്രം ദൂരമുണ്ടോ അത്രയും വലുതാണ് ആ ദൂരം. ആ ദൂരം മുഴുവനും ഈ ഹൈഡ്രജൻ ക്ലൗഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിൽ കാര്യമായി അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത് ഹൈഡ്രജൻ ആറ്റങ്ങൾ തന്നെയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും ഹൈഡ്രജൻ തന്നെയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് അടുത്ത ഫിൽട്ടറിംഗ് ആയിരുന്നു. ഓക്സിജൻ ലൈൻ ഫിൽട്ടറിംഗ് എന്ന പേരിലാണ് ഈ ഫിൽട്ടറിംഗ് അറിയപ്പെടുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഫിൽട്ടറിങ്ങിലൂടെ ഓക്സിജന്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായും ഗാലക്സികളിൽ ഓക്സിജന്റെ വലിയ സാന്നിധ്യം തന്നെ ഉണ്ടായിരിക്കും. കാരണം അവിടെ ധാരാളമായി നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ മിക്കതും സൂപ്പർനോവയ്ക്ക് കാരണമായി മാറുന്നു. സൂപ്പർനോവയിലൂടെ വലിയ അളവിലുള്ള ഓക്സിജൻ ആയിരിക്കും അവിടെ നിറയുക. ഈ ഓക്സിജൻ വാതകങ്ങൾ ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഹെവി വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഹെവി വാട്ടർ മോളിക്യൂൾ സാധാരണഗതിയിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ മോളിക്യൂൾസായി മാറുന്നു. അങ്ങനെയാണ് ഒരു സൗരയൂഥത്തിൽ ജലമുണ്ടാകുന്നത്. നമ്മുടെ സ്വന്തം സൗരയൂഥത്തിലും ഇതേ രീതിയിൽ തന്നെയാണ് ജലം ഉണ്ടായിരിക്കുന്നത്. ഒക്കെ കൊണ്ട് തന്നെ ആ ഫിൽട്ടറിംഗ് നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്കറിയാമായിരുന്നു അവിടെ ഓക്സിജന്റെ സാന്നിധ്യമുണ്ടെന്ന്. പക്ഷേ അവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ ഫിൽട്ടറിങ്ങിലൂടെ ലഭ്യമായിരിക്കുന്നത്. ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. ഓക്സിജൻ വലിയൊരു പ്രദേശത്ത് അടങ്ങിയിട്ടുണ്ട്. വലിയൊരു മേഘം തന്നെയുണ്ട്. അത് ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വലിയ മേഘം തന്നെയാണ്. ഇവിടെ ഞെട്ടലുളവാക്കുന്ന കാര്യം ആ മേഘത്തിൽ ഓക്സിജൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നതാണ്. അത്തരത്തിൽ ഓക്സിജൻ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ക്ലൗഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. നമ്മുടെ ശാസ്ത്ര തിയറികളുടെ അടിസ്ഥാനത്തിൽ, ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അവിടെയെല്ലാം ഹൈഡ്രജനുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് വലിയൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഓക്സിജൻ ആറ്റങ്ങൾ മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ആൻഡ്രോമീഡയിലാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ആൻഡ്രോമീഡയിൽ നിന്നും അല്പം മാറിയുള്ള ഒരു വലിയ പ്രദേശത്താണ് ഈ മേഘം ഉണ്ടായിരിക്കുന്നത്. ഒരു ആർക്കിന്റെ രൂപമാണ് ഇതിനുള്ളത്. ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിന് കാരണമായിരിക്കുന്നത് വലിയൊരു എക്സ്പോഷർ ടൈമിലൂടെ ചിത്രീകരിച്ച ചിത്രമാണ്. ടെലസ്കോപ്പിനെ ആൻഡ്രോമീഡയ്ക്ക് നേരെ കുറേ അധികം നേരം ഫോക്കസ് ചെയ്തു വെച്ചിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 160 മണിക്കൂറുകളാണ് അവർ ഫോക്കസ് ചെയ്തത്. അത്രയും വലിയൊരു എക്സ്പോഷർ ടൈമിലൂടെ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ആൻഡ്രോമീഡയെ ചിത്രീകരിക്കുന്നത്. ആൻഡ്രോമീഡ ഗാലക്സിയോട് ചേർന്ന് കാണപ്പെടുന്ന ഈ ആർക്കിന് ശാസ്ത്രീയമായി 2 നാമങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് M31 എമിഷൻ ആർക്ക് എന്നും മറ്റൊന്ന് സ്ട്രോട്ട്നർ ട്രഷ്ലർ സാൻഡി ഒബ്ജക്റ്റ് 1 എന്നും. ഈ കണ്ടെത്തലിന് ശേഷം ശാസ്ത്രീയമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഈ 3 ഗവേഷകരും ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഓപ്പൺ ആക്സസിൽ ലഭ്യമാകുന്ന ഈ പ്രബന്ധത്തിന്റെ പേര് ഡിസ്കവറി ഓഫ് എക്സ്റ്റൻസീവ് എമിഷൻ നിയർ M31 എന്നാണ്. ആൻഡ്രോമീഡയുടെ തന്നെ മറ്റൊരു നാമമാണ് M31 അല്ലെങ്കിൽ മെസ്സിയർ 31. മെസ്സിയർ കാറ്റലോഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റുകൾ 31ാമതായി ഉള്ളത് ഈ ആൻഡ്രോമീഡ ഗാലക്സിയാണ്.
അതുകൊണ്ടാണ് മെസ്സിയർ 31 എന്ന ഒരു നാമം കൂടി അതിന് ലഭ്യമായത്. ശാസ്ത്രീയമായി ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ അംഗീകരിക്കണമെങ്കിൽ ഒരു ടെലസ്കോപ്പിന്റെ ഡേറ്റ മാത്രം മതിയാവുകയില്ല. ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളെ മറ്റുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ക്ലൗഡിനെ ഇപ്പോൾ വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള 5 ടെലസ്കോപ്പുകളുടെ സഹായത്താലാണ്. ഇവിടുത്തെ വലിയൊരു ചോദ്യം, എങ്ങനെയാണ് ഈ ഒരു ക്ലൗഡ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ഒരു ഉത്തരവും നമുക്ക് പറയാനില്ല. നിലവിലുള്ള നമ്മളുടെ തിയറികളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഫിസിക്സ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു മേഘം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. അതുതന്നെയാണ് ഈ കണ്ടെത്തലിനെ വ്യത്യസ്തമാക്കി മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ 20-30 വർഷങ്ങൾക്കിടയിൽ അമച്ചർ ആസ്ട്രോണമേഴ്സ് നടപ്പിലാക്കിയിട്ടുള്ള കണ്ടെത്തലുകൾ വെച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണിത്. ഈ ആർക്ക് ആൻഡ്രോമിഡയിൽ നിന്നും അല്പം മാറിയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആർക്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സെലസ്ത്യൽ ബോഡി അല്ലെങ്കിൽ ഗാലക്സി ആൻഡ്രോമിഡ ഗാലക്സിയാണ്. അതുമാത്രമല്ല, ചില മാത്തമെറ്റിക്കലായിട്ടുള്ള ഡിഡക്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആർക്കിന് ആൻഡ്രോമിഡയുമായി വലിയ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ആ ആർക്കിൻ്റെ രൂപമാണ്, മറ്റൊന്ന് ആ ആർക്ക് ആൻഡ്രോമിഡയുമായി ഉണ്ടാക്കുന്ന ദൂരവുമാണ്. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ മേഘം ഉണ്ടാകുന്നതിന് പിന്നിൽ ആൻഡ്രോമിഡയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ആർക്ക് വളരെയധികം വലിപ്പമേറിയ ഒരു ആർക്കാണ്. അതിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം 30,000 പ്രകാശവർഷങ്ങളാണ്. അതായത് മിൽക്കി വേ എന്ന നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ 1/3 ഭാഗമാണ്. ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിലുള്ള കാരണമായി നമുക്ക് ചില അനുമാനങ്ങൾ മുന്നോട്ട് വയ്ക്കാം. അതിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു അനുമാനം ആൻഡ്രോമിഡയും മിൽക്കി വേയും പരസ്പരമുള്ള കൂട്ടിയിടിയാണ്. നമുക്കറിയാം, ഒരു 450 കോടി വർഷത്തിനുള്ളിൽ തന്നെ ഈ കൂട്ടിയിടി പൂർണ്ണമായി സംഭവിക്കുന്നതാണ്. 450 കോടി വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈർഘ്യമുണ്ട്. പക്ഷേ ടെക്നിക്കലി ഈ കൊളീഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗാലക്സിയും ചുറ്റിപ്പറ്റി നിരവധി മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിരവധി ആറ്റങ്ങളുമുണ്ട്. ഈ മേഘങ്ങൾ ഒരേ സമയം ആ ഗാലക്സിയുടെ ഉള്ളിലുമുണ്ട്, അതേസമയം അതിൻ്റെ കുറേയധികം ഭാഗങ്ങൾ അതിൻ്റെ വെളിയിലുമുണ്ട്. ആൻഡ്രോമിഡയും മിൽക്കി വേയും പരസ്പരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 2 ഭാഗത്തുമുള്ള ഗ്യാസ് ക്ലൗഡുകൾ പരസ്പരം ഇൻ്ററാക്ട് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുന്നതിലൂടെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചില മേഘങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാം. അത് ശാസ്ത്രീയമായിട്ടൊന്നും ഉറപ്പിച്ചിട്ടില്ല, പക്ഷേ ഒരു അനുമാനം മാത്രമാണ്. ഇത് മാത്രമാണ് നമുക്കൊരു ഉത്തരമായി പറയാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അവിടെ ഒരു വ്യത്യസ്തമായ കാര്യമുണ്ട്. ഇങ്ങനൊരു മേഘം ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആർക്കിൻ്റെ പൊസിഷനിലല്ല, അതിപ്പോൾ തെറ്റായിട്ടുള്ള ഒരു പൊസിഷനിലാണ് കാണുന്നത്. രണ്ടാമത്തെ സാധ്യത നെബുലകൾ ഗാലക്സിക്ക് വെളിയിലായി സ്വാഭാവികമായി ഉണ്ടായി വരുന്നു എന്നതാണ്. പക്ഷേ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന നെബുലയിൽ ഒരിക്കലും ഓക്സിജൻ മാത്രമായിട്ട് കാണപ്പെടുകയില്ല. ഒരു സൂപ്പർനോവയിലൂടെയാണ് ഈ ക്ലൗഡുകൾ ഉണ്ടാകുന്നത്. സൂപ്പർനോവയിൽ ഓക്സിജൻ മാത്രമായി ഉണ്ടാവുകയില്ല, വ്യത്യസ്തമായിട്ടുള്ള നിരവധി ആറ്റങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടായിരിക്കും. പ്രധാനമായിട്ടും അവിടെ ഹൈഡ്രജന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനെല്ലാം പുറമെ ഇത്തരത്തിലുണ്ടാകുന്ന നെബുലകൾ ധാരാളമായി റേഡിയേഷന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും, പ്രധാനമായിട്ടും അൾട്രാ വയലറ്റ് രശ്മികൾ. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ മേഘത്തിൽ അപ്രകാരമുള്ള ഒരു റേഡിയേഷനെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ മേഘവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അതിൻ്റെ ഫലങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെ ഫലങ്ങൾ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത എന്തോ വിചിത്രമായിട്ടുള്ള പ്രതിഭാസം ഇവിടെ നടക്കുന്നുണ്ട്. അതുതന്നെയായിരിക്കും ഇതിൻ്റെയും ഉത്തരം. നാസയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിഭീകരനായ അദൃശ്യനായ ഒരു മോൺസ്റ്റർ, ഒരു ഭീകരൻ, അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിതീവ്രമായ വേഗതയിൽ. ആ സഞ്ചാരമാണ് ഇപ്പോൾ ഗവേഷകരുടെ കണ്ണിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അവൻ എത്രമാത്രം വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം എടുക്കാം. അവൻ്റെ സഞ്ചാരം നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെയാണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്തിച്ചേരാൻ അവന് വെറും 14 മിനിറ്റുകൾ മാത്രം മതി. ആരാണ് ഈ ഭീകരൻ? എന്തിനാണ് അവൻ ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? അതൊരു ബ്ലാക്ക് ഹോളാണ്. വെറും ഒരു ബ്ലാക്ക് ഹോൾ അല്ല, ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അതിഭീകരമായ മാസ് ഉള്ള ഒരു ബ്ലാക്ക് ഹോൾ. അവൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ്റെ മാസിൻ്റെ 2 കോടി ഇരട്ടിയാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ഹോൾ മാത്രമല്ല, ആ ബ്ലാക്ക് ഹോൾ സഞ്ചരിക്കുന്നത് കാരണം പുതിയ നക്ഷത്രങ്ങളുടെ ഒരു ഭീകരമായ കോൺട്രെയിലും അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമാണ് അതിൻ്റെ വലിപ്പം.
ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ 2 ലക്ഷം പ്രകാശവർഷങ്ങളാണ്. അതെ, നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ 2 ഇരട്ടി വലിപ്പം. ഇപ്പോൾ മിക്കവാറും നിങ്ങൾ പലർക്കും ഒരു സംശയം തോന്നിക്കാണും, ശരിക്കും എന്താണ് ഈ കോൺട്രെയിൽ? ഒരു ജെറ്റ് വിമാനം പറന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആകാശത്തൂടെ. അത് പറന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നിലൂടെ ധാരാളം വാതകങ്ങൾ വെളിയിലേക്ക് പുറപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആ ജെറ്റ് വിമാനത്തിൻ്റെ കോൺട്രെയിലാണ്. ഇത്തരത്തിൽ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ സ്പേസിലൂടെ അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു കോൺട്രെയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പുകപടലമല്ല അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പുതിയ നക്ഷത്രങ്ങളാണ്. പുതിയ നക്ഷത്രങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു വിമാനം സൃഷ്ടിക്കുന്ന കോൺട്രെയിൽ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഒരു ബ്ലാക്ക് ഹോൾ സൃഷ്ടിക്കുന്ന ഈ ഒരു ഫിനോമിന അത് വളരെ റെയറായി മാത്രം സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ്. ഇതിനെ ഗാലക്റ്റിക് ബില്ലിയാർഡ് ഗെയിം എന്ന പേരിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഗാലക്റ്റിക് ബില്ലിയാർഡ്സിന് കാരണമായി മാറുന്നത് ശരിക്കും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ അല്ല, 3 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളാണ്. 3 ബ്ലാക്ക് ഹോളുകളും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. തുടർന്ന് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ വേവുകൾ തമ്മിൽ പരസ്പരം കൂടിക്കുഴയുകയാണ്. അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കംപ്രഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക. അതിനെ തുടർന്ന് അതിൻ്റെ ചുറ്റുപാടുമുള്ള പൊടിപടലങ്ങളിലും വാതകങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതൊരു ട്രിഗറിംഗ് ആണ്, പുതിയ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു ട്രിഗറിംഗ്. ആ 3 ബ്ലാക്ക് ഹോളുകളും പരസ്പരം ഇന്ററാക്ട് ചെയ്തതിനെ തുടർന്ന് ഒരു ബ്ലാക്ക് ഹോൾ അവിടെ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോവുകയുണ്ടായി. അതായത് ഒരു ഗാലക്സിയിൽ നിന്നും ഒരു ബ്ലാക്ക് ഹോൾ തെറിച്ചു പോകുന്നു. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. ആ വിചിത്രമായ പ്രതിഭാസത്തെ വളരെയധികം യാദൃശ്ചികമായിട്ടാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ചിത്രീകരിച്ചത്. സാധാരണഗതിയിൽ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് കേൾക്കുമ്പോൾ സകലത്തിനെ നശിപ്പിച്ചു കളയുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയായിട്ടാണ് നമ്മൾ മിക്ക ആളുകളും കരുതി പോകുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ ബ്ലാക്ക് ഹോൾ അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. അതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുന്നു എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൽ ധാരാളമായിട്ട് പൊടിപടലങ്ങളും ഗേഷ്യസ് ആയിട്ടുള്ള എലമെൻറ്റുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. പക്ഷേ ഇത്രയും തീവ്രമായ വേഗതയിൽ അതിനിടയിലൂടെ ഒരു ബ്ലാക്ക് ഹോൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും ട്രിഗറിംഗ് സംഭവിക്കുകയാണ്. അതായത് അവിടെയൊക്കെ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് ഹോൾ എങ്ങനെയാണോ സഞ്ചരിച്ചു പോകുന്നത് ആ പാതകളിലൊക്കെ പുതിയ നക്ഷത്രങ്ങൾ ഒരു കോൺട്രെയിലായി പോകുന്നതാണ്. ടെക്നിക്കലി പറയാൻ സാധിക്കുകയില്ലെങ്കിലും നക്ഷത്രങ്ങളുടെ ഈ കോൺട്രെയിലിനെ ഒരു ഗാലക്സിയോട് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭീകരനായ ബ്ലാക്ക് ഹോൾ ഉണ്ട്. കൂടാതെ അനേകം നക്ഷത്രങ്ങളുമുണ്ട്, പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. മുമ്പ് ഈ ബ്ലാക്ക് ഹോൾ ഒരു പേരന്റ് ഗാലക്സിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു. ആ ഗാലക്സിയിൽ നിന്ന് വെളിയിലേക്ക് പുറന്തള്ളപ്പെട്ടതാണ് ഈ ബ്ലാക്ക് ഹോൾ. ആ ഗാലക്സിയിൽ എത്രമാത്രം നക്ഷത്രങ്ങളുണ്ടോ അതിൻ്റെ തിളക്കം എത്രമാത്രമുണ്ടോ ആ തിളക്കത്തിൻ്റെ പകുതി തിളക്കം ഈ കോൺട്രെയിൽ മാത്രമുണ്ട്. അതായത് ഒരു ഗാലക്സിയോട് പോലും നമുക്ക് ഉപമിക്കാൻ സാധിക്കും. നാസയുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ചിത്രീകരിച്ച ഈ ഒരു ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ നീളത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞ കോൺട്രെയിൽ. അതിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ തുമ്പത്തായിട്ട് ഒരു ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്സിജൻ ഫിൽറ്ററിൻ്റെ സഹായത്താൽ അവിടെ അടങ്ങിയിരിക്കുന്നത് വലിയ അളവിലുള്ള അയണൈസ്ഡ് ഓക്സിജൻ വാതകങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊരു സെലസ്റ്റിയൽ ബോഡിയും പ്രപഞ്ചത്തിലൂടെ ശക്തമായ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ തുമ്പത്തായിട്ട് ഒരു ഷോക്ക് വേവ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള താപനില ഉണ്ടാകുന്നതും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങളൊരു കപ്പലിനെ അല്ലെങ്കിൽ ഒരു ബോട്ടിനെ നോക്കുക. അത് ഒരു കടലിലൂടെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുമ്പത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുൻവശത്തായിട്ട് കുറേയധികം തിരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഒരു തരത്തിലുള്ള ഷോക്ക് വേവ് ആണ്. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് സ്പേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ സഞ്ചരിക്കുന്നത് ഒരു കപ്പലല്ല, മറിച്ച് ഒരു ബ്ലാക്ക് ഹോളാണ്. ആ ബ്ലാക്ക് ഹോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സമുദ്രത്തിലൂടെയല്ല, ജലവും അവിടെയില്ല. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രതിഭാസം അവിടെയുണ്ട്. അത് മേഘങ്ങളാണ്. കുറേയധികം വാതകങ്ങൾ അടങ്ങിയിട്ടുള്ള മേഘങ്ങൾ. ആ മേഘങ്ങൾ കാരണം അവിടെ ഒരു ഷോക്ക് വേവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ ഷോക്ക് വേവ് ശക്തമായിട്ടുള്ള ഒരു താപനിലയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ സഞ്ചരിക്കുന്നത് ഒരു സാധാരണ ബ്ലാക്ക് ഹോൾ അല്ല, അതിതീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ്. അതിനെ തുടർന്നാണ് അവിടെ അയണൈസ്ഡ് രൂപത്തിലുള്ള ഓക്സിജൻ ധാരാളമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞത് ഒരു സാധ്യത മാത്രമാണ്. മറ്റൊരു സാധ്യത കൂടി ആ ബ്രൈറ്റ് സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ബ്ലാക്ക് ഹോളിൻ്റെ അക്രീഷൻ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഒരു സിംഗുലാരിറ്റിയെ മാത്രമാണ് ബ്ലാക്ക് ഹോളായിട്ട് കരുതാൻ സാധിക്കുന്നത്. അതായത് ബ്ലാക്ക് ഹോളിൻ്റെ ഇവന്റ് ഹൊറൈസൺ കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുള്ള ഭാഗം. എന്നാൽ അതിൻ്റെ വെളിയിൽ വലിയൊരു പ്രദേശമുണ്ട്. ധാരാളമായിട്ടുള്ള പദാർത്ഥങ്ങളെ, സെലസ്റ്റിയൽ ബോഡികളെ ബ്ലാക്ക് ഹോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അക്രീഷൻ ഡിസ്കായിട്ട് അതിനെ ചുറ്റിക്കറങ്ങിയിട്ടാണ് ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റിയിൽ എത്തിച്ചേരുന്നത്. അക്രീഷൻ ഡിസ്കിലുള്ള പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കാരണമാണ് അവിടെ ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നുണ്ട്. ഈ ഒരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നത് യേൽ യൂണിവേഴ്സിറ്റിയിലെ പീറ്റർ വാൻ ഡോക്കും എന്ന ഒരു ഗവേഷകനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നടത്തിയ ചില പര്യവേഷണങ്ങളാണ്. അവർ ഹബിൾ ചിത്രീകരിച്ച ഒരു ഇമേജിൽ പഠനങ്ങൾ നടത്തുകയായിരുന്നു. അത് ഒരു ഡ്വാർഫ് ഗാലക്സിക്ക് സമീപമുള്ള ഒരു ഗ്ലോബുലാർ സ്റ്റാർ ക്ലസ്റ്ററിന്റെ ചിത്രമായിരുന്നു. അതിലൂടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു വസ്തുവിനെ അദ്ദേഹത്തിനവിടെ കാണാൻ സാധ്യമായി. പക്ഷേ ആ കാഴ്ച അദ്ദേഹത്തെ ഒട്ടും തന്നെ ഞെട്ടിച്ചില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു കാഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കണ്ടു എന്ന് വരാം. അതിൻ്റെ കാരണം കോസ്മിക് റേഡിയേഷന്റെ സാന്നിധ്യമാണ്. അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതുമാണ്. ഫിൽട്ടറിങ്ങിന് തൊട്ടു മുമ്പുള്ള ദൃശ്യമാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോസ്മിക് റേഡിയേഷൻ? ധാരാളമായി കോസ്മിക് റേസ് ഉണ്ടാകുന്നുണ്ട് പ്രപഞ്ചത്തിൽ. കൃത്യമായിട്ട് എങ്ങനെയാണ് കോസ്മിക് റേസ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴും സാധ്യമായിട്ടില്ല. പക്ഷേ നമ്മുടെ ശക്തമായിട്ടുള്ള അനുമാനങ്ങൾ പറയുന്നത് അത് സൂപ്പർനോവയിലൂടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളിലൂടെയോ ആണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ്. അതായത് പ്രപഞ്ചത്തിൽ ധാരാളമായിട്ട് കോസ്മിക് റേഡിയേഷൻ ഉണ്ട്. നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന് ഇത് ബാധകമല്ല. കാരണം കോസ്മിക് റേഡിയേഷൻ നമ്മുടെ അന്തരീക്ഷവും ഭേദിച്ച് ഉള്ളിലേക്ക് എത്തിച്ചേരാറില്ല. ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയവും ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ സ്ഥാനം സ്പേസിലാണ്, അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലല്ല. അതുകൊണ്ട് തന്നെ കോസ്മിക് റേഡിയേഷൻ ശക്തമായി തന്നെ ഹബിൾ വന്ന് പതിക്കാറുമുണ്ട്. ഇത്തരത്തിൽ വന്ന് പതിക്കുന്നത് കാരണം ഇങ്ങനെ നീളത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ചില ബ്രൈറ്റ് സ്പോട്ടുകളൊക്കെ കാണുക സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാൻ ഡോക്കുമും ഇതുതന്നെയാണ് കരുതിയത്. കോസ്മിക് ഫിൽട്ടറിങ്ങിലൂടെ ഈ കോസ്മിക് റേഡിയേഷന്റെ ഇമ്പാക്റ്റിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിലെ മീഡിയൻ ഫിൽട്ടർ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിനെ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതുമാണ്. അദ്ദേഹവും അതുതന്നെയാണ് ചെയ്തത്. കോസ്മിക് റേഡിയേഷനെ ഒഴിവാക്കി. അപ്പോഴാണ് ശരിക്കും അദ്ദേഹം ഞെട്ടിത്തുടങ്ങിയത്. കാരണം കോസ്മിക് റേഡിയേഷനെ ഒഴിവാക്കിയിട്ടും അദ്ദേഹത്തിന് ആ കാഴ്ച അതേപടി തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അർത്ഥമാക്കുന്നത് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കോസ്മിക് റേഡിയേഷൻ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റുമല്ല. ഇത് പുതിയൊരു പ്രതിഭാസമാണ്, കണ്ടു പരിചയമില്ലാത്ത പുതുമയേറിയ ഒരു പ്രതിഭാസം. പക്ഷേ ശാസ്ത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു സ്പേസ് ടെലസ്കോപ്പിന്റെ ഒരു ചിത്രം കൊണ്ട് നമുക്ക് ഒന്നും തന്നെ ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ധാരാളമായി മറ്റ് ടെലസ്കോപ്പുകളുണ്ട്. പ്രധാനമായിട്ടും ടെറസ്ട്രിയൽ ടെലസ്കോപ്പുകളുണ്ട്. ആ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് അതിനെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് ശാസ്ത്രീയമായിട്ട് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വാൻ ഡോക്കും സംഘവും അതുതന്നെയാണ് ചെയ്തത്. അവർ WM കെക്ക് ഒബ്സർവേറ്ററി, അതായത് ഹവായിൽ സ്ഥിതി ചെയ്യുന്ന ടെലസ്കോപ്പ്, അവിടേക്ക് പോയി. അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്ത് പഠനത്തിന് വിധേയമാക്കി. പ്രപഞ്ചത്തിന്റെ അതേ ഭാഗത്ത് തന്നെ അതേ ഓറിയന്റേഷനിൽ അവർക്ക് അതേ പ്രതിഭാസത്തെ കെക്ക് ഒബ്സർവേറ്ററിയിലും കാണാൻ സാധ്യമായി. അതൊരു ഉറപ്പാണ്, ശാസ്ത്രീയമായ ഉറപ്പ്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്നുള്ള ഉറപ്പ്. ഗാലക്സിയിൽ നിന്നും ഒരു ബ്ലാക്ക് ഹോൾ തെറിച്ച് വെളിയിലേക്ക് പോകുന്ന അപൂർവമായ ദൃശ്യം. അതിന് കാരണമായി മാറുന്നത് ഒന്നിലധികം വരുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളാണ്. അതിനെ തുടർന്ന് അവരൊരു പ്രബന്ധം തന്നെ രചിക്കുകയുണ്ടായി. വിശദമായ പഠനങ്ങളിലൂടെ ആ ഭാഗത്തുണ്ടായിരുന്ന 2 ഗാലക്സികളെക്കുറിച്ച് അവർ പഠനങ്ങൾ നടത്തി. ആ ഗാലക്സികൾ വളരെയധികം മുൻപുണ്ടായിരുന്ന ഗാലക്സികളാണ്. പിന്നീട് അവ പരസ്പരം മെർജ് ചെയ്ത് ഒരൊറ്റ ഗാലക്സിയായി മാറി. ഇപ്പോൾ അത് ഒരൊറ്റ ഗാലക്സിയാണ്. ആ ഗാലക്സിയുടെ മധ്യഭാഗത്ത് 2 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളുണ്ട്. കഴിഞ്ഞ 5 കോടി വർഷമായി അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ 5 കോടി വർഷങ്ങൾക്കിടയിലാണ് ഗാലക്സികളുടെ മെർജിംഗ് സംഭവിച്ചത്. ഈ മെർജിങ്ങിനെ തുടർന്ന് 2 ബ്ലാക്ക് ഹോളുകൾ പരസ്പരം ചേർന്ന് ഒരു ബൈനറി ബ്ലാക്ക് ഹോളായി മാറി. അതായത് പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ബ്ലാക്ക് ഹോളുകൾ. അവിടേക്കിപ്പോൾ മറ്റൊരു ഗാലക്സി കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഗാലക്സിയുടെ മധ്യഭാഗത്തും ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിരുന്നു. ആ ബ്ലാക്ക് ഹോൾ ഈ 2 ബ്ലാക്ക് ഹോളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് അവിടെ നിന്നും ഒരു ബ്ലാക്ക് ഹോൾ തെറിച്ച് വെളിയിലേക്ക് പോയിരിക്കുന്നത്.
ആദ്യമുണ്ടായിരുന്ന ആ 2 ബ്ലാക്ക് ഹോളുകളല്ല, പുതിയതായിട്ട് അവിടെ എത്തിച്ചേർന്ന 3ാമത്തെ ബ്ലാക്ക് ഹോളാണ് അവിടെ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ 2 ബൈനറി ബ്ലാക്ക് ഹോളുകൾക്ക് എന്താണ് സംഭവിച്ചത്? 2 സാധ്യതകളുണ്ട്. ഒരു സാധ്യത അത് അതേപടി അവിടെ തുടർന്നു പോകുന്നു എന്നാണ്. അതിൻ്റെ ഓറിയന്റേഷനിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് ഇപ്രകാരം അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. എന്നാൽ രണ്ടാമത് ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ആ 2 ബ്ലാക്ക് ഹോളുകളും അവിടെ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഹോൾ പോയതുപോലെ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങളിലേക്കായിരിക്കും അവ സഞ്ചരിച്ചിരിക്കുന്നത്. അതായത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളിലേക്ക്. ഇതിൽ ഏത് ഹൈപ്പോത്തസിസ് ആണ് ശരിയെന്ന് മനസ്സിലാക്കാൻ അവർ ആ പേരന്റ് ഗാലക്സിയിൽ പഠനങ്ങൾ നടത്തുകയുണ്ടായി. പ്രാഥമികമായിട്ടുള്ള പഠനങ്ങളിലൂടെ അതിൻ്റെ മധ്യഭാഗത്ത് ഇപ്പോൾ ബ്ലാക്ക് ഹോളുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും വാസ്തവമാകുക. അവിടെ ഉണ്ടായിരുന്ന 3 ബ്ലാക്ക് ഹോളുകളും വ്യത്യസ്തമായിട്ടുള്ള ദിശയിലേക്ക് സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരൊറ്റ ബ്ലാക്ക് ഹോളിനെ മാത്രമാണ്. ഇത്തരത്തിലുള്ള 2 ദൃശ്യങ്ങൾ വേറെ എവിടെയോ ഉണ്ട്, നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. പഠനത്തിന്റെ അടുത്ത സ്റ്റെപ്പ് കൂടുതൽ ചിത്രങ്ങൾ ശേഖരിക്കുക എന്നതാണ്. നാസ ഏറ്റവും ഒടുവിലായി വിക്ഷേപിച്ച ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അത് പര്യവേഷണങ്ങൾ നടത്തുന്നുണ്ട്. പുറമെ ചാന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററിയുമുണ്ട്. 2ന്റെ സഹായത്താൽ നമുക്ക് ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കും. ഇതിനു പുറമെ നാസ അടുത്തു തന്നെ വിക്ഷേപിക്കാൻ പോകുന്ന നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് ഉണ്ട്. വളരെയധികം വൈഡ് റേഞ്ചിലുള്ള ഒരു വ്യൂ ആയിരിക്കും നമുക്ക് ഇതിലൂടെ ലഭ്യമാവുക. നാൻസി ഗ്രേസ്മാൻ റോമൻ സ്പേസ് ടെലസ്കോപ്പും ഹബിൾ സ്പേസ് ടെലസ്കോപ്പും ചേർന്ന് പ്രവർത്തിക്കും. അതോടുകൂടി വലിയൊരു പ്രദേശത്തെ നമുക്ക് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹബിളിനും ജെയിംസ് വെബിനുമൊക്കെ ഒരു ചെറിയ ഭാഗത്തെ വളരെയധികം ഡെപ്തിൽ മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ നാൻസി ഗ്രേസ്മാൻ കൂടി വരുമ്പോഴേക്കും അവിടെ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ, കൂടുതൽ വിഡ്ത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നാൻസിയുടെ വരവോടുകൂടി വലിയൊരു പ്രദേശത്തെ ചിത്രീകരിക്കുകയും അതിലൂടെ ബാക്കി 2 സ്റ്റാർ സ്ട്രീക്കുകളെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോത്തസിസ് ഉറപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയധികം ഹൈപ്പോത്തസിസുകളിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. അതിനെ ശാസ്ത്രീയമായിട്ട് കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ ഡേറ്റകൾ നമുക്ക് ലഭ്യമാകണം. ആ ഡേറ്റകൾ ലഭ്യമാകാനുള്ള സ്പേസ് ടെലസ്കോപ്പുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അധികം വൈകാതെ തന്നെ ആ റിസർച്ച് ഫലങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഡേറ്റകളെല്ലാം ഉൾപ്പെടുത്തി വാൻ ഡോക്കും സംഘവും ദ ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ ഏപ്രിൽ 6-ാം തീയതി ഒരു റിസർച്ച് പേപ്പറാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഗ്രഹത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് ചൈനീസ് റോവറായ സുറോങ്. ചൈനീസ് മിത്തോളജി അനുസരിച്ച് സുറോങ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അഗ്നിദേവനെയാണ്. 2020 ജൂലൈ മാസത്തിലാണ് ചൈന ടിയാൻവൻ 1 മിഷനിലൂടെ ഈ ഒരു പേടകത്തെ അവിടേക്ക് വിക്ഷേപിക്കുന്നത്. പിന്നീട് 2021 മെയ് മാസത്തിൽ അത് സുരക്ഷിതമായി ചൊവ്വയിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയുമുണ്ടായി. ഏകദേശം 7 മാസത്തോളം നീണ്ടുനിന്ന യാത്രകൾക്കൊടുവിലാണ് ടിയാൻവൻ 1 എന്ന സ്പേസ് ക്രാഫ്റ്റിന് ചൊവ്വാഗ്രഹത്തെ ഓർബിറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോഴേക്കും 2021 ഫെബ്രുവരി മാസമായിട്ടുണ്ടായിരുന്നു. പിന്നീട് 2021 മെയ് മാസമായപ്പോൾ അതിന് സുരക്ഷിതമായിട്ട് അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനും സാധ്യമായി. സോഫ്റ്റ് ലാൻഡിങ്ങിനു വേണ്ടി സുറോങ് തെരഞ്ഞെടുത്തത് ഉട്ടോപ്പിയ പ്ലാനറ്റിയ എന്ന ഒരു പ്രദേശമായിരുന്നു. ചൊവ്വാഗ്രഹത്തിലെ വിശാലമായ ഒരു പ്രദേശം തന്നെയാണിത്. ചൊവ്വാഗ്രഹത്തിൽ ജലവും മൈക്രോബിയൽ ലൈഫും കണ്ടെത്താൻ സാധിക്കുന്ന നിരവധി പ്രദേശങ്ങളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഉട്ടോപ്പിയ പ്ലാനറ്റിയ. നമുക്കറിയാം, ചൊവ്വാഗ്രഹത്തിൽ ഒഴുകി നടക്കുന്ന നദികളോ പുഴകളോ അരുവികളോ ഒന്നും തന്നെ ഇല്ല. അത് നേരത്തെ തന്നെ ചൊവ്വാഗ്രഹത്തെ വലം വയ്ക്കുന്ന സ്പേസ് ക്രാഫ്റ്റുകളുടെ സഹായത്താൽ നമ്മൾ ഉറപ്പുവരുത്തിയതാണ്. പിന്നെ എങ്ങനെയാണ് സുറോങ് പോലുള്ള റോവറുകൾക്ക് അവിടുത്തെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്നത്? സ്പേസ് പ്രോബുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ജലം. അതിനു പുറമെ നമുക്ക് പ്രഥമദൃഷ്ട്യാ കാണാൻ സാധിക്കുന്ന ചൊവ്വാഗ്രഹത്തിന്റെ പ്രതലത്തിനും താഴെ അടങ്ങിയിരിക്കുന്ന ജലം, അതായത് സബ് സർഫസിൽ അടങ്ങിയിരിക്കുന്ന ജലം, അത് കണ്ടെത്താനായിട്ട് റോവറിൽ പ്രത്യേകമായി ഒരു റഡാർ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. മോസർ എന്നാണ് ആ റഡാറിന്റെ പേര്. മാർസ് ഓർബിറ്റിംഗ് സബ്സർഫസ് എക്സ്പ്ലോറേഷൻ റഡാർ എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം. ചൊവ്വാഗ്രഹത്തിന്റെ സബ്സർഫസിൽ അടങ്ങിയിരിക്കുന്ന ജലത്തെക്കുറിച്ചും ഐസിനെക്കുറിച്ചും മറ്റ് ജിയോളജിക്കൽ ഫീച്ചേഴ്സിനെക്കുറിച്ചുമൊക്കെ ഇതുപയോഗിച്ച് പഠനങ്ങൾ നടത്താൻ സാധിക്കും. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ജലം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
ചൊവ്വാഗ്രഹത്തിൻ്റെ സബ്സർഫസിൽ ജലമുണ്ടെങ്കിൽ അതർത്ഥമാക്കുന്നത് അവിടെ ജീവജാലങ്ങൾ ഏറ്റവും കുറഞ്ഞത് മൈക്രോബിയൽ ലെവലിലുള്ള ജീവജാലങ്ങളെങ്കിലും ഉണ്ടായിരിക്കുമെന്നതാണ്. സുറോങ് റോവറിൽ റഡാറിന് പുറമെ ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലും റഡാറിൻ്റെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സുറോങ് ചിത്രീകരിച്ച ഈ ഒരു ചിത്രത്തിലേക്കൊന്ന് നോക്കുക. ഇവിടെ പോളിഗണ്ട രൂപത്തോടു കൂടിയ ചെറിയ വിള്ളലുകൾ കാണാൻ സാധിക്കും. അതിനു പുറമെ പോളിഗണ്ട തന്നെ രൂപത്തിലുള്ള ചില കുന്നുകൾക്ക് സമാനമായിട്ടുള്ള ചെറിയ രൂപങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വെള്ളം ഊർന്നു പോയതിൻ്റെ തെളിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിനു പുറമെ 3D മോഡലിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഇതേ ചിത്രത്തെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാണ് അത്തരത്തിലുള്ള റീക്രിയേഷൻ? ഇത്തരത്തിൽ റീക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ജലത്തിൻ്റെ സാന്നിധ്യം കാരണം എങ്ങനെയാണ് ഇതേ രൂപത്തിലുള്ള റിഡ്ജസും വിള്ളലുകളും ഉണ്ടായതെന്ന് അറിയാൻ സാധിക്കും. ഈ പാറ്റേണുകൾക്ക് പുറമെ അതേ ഭാഗത്ത് തന്നെ ഉപ്പിൻ്റെ സാന്നിധ്യവും ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് മുൻകാലങ്ങളിലുണ്ടായ ബാഷ്പീകരണമാണ്. ജലം ധാരാളമായിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് ബാഷ്പീകരിച്ച് ഇല്ലാതെയാവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണത്തിലൂടെ ജലം പൂർണ്ണമായിട്ടും അവിടെ നിന്നും ഇല്ലാതെയായതിനു ശേഷം മഞ്ഞുവീഴ്ചയോ മഴയോ സംഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കെമിക്കലുകളുടെ സാന്നിധ്യമാണ്. ഈ ഉപ്പിന് പുറമെ ഒരു ചെറിയ കോട്ടിങ് പോലെ തന്നെ കെമിക്കലുകളുടെ സാന്നിധ്യമുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വാഗ്രഹത്തിൽ വലിയ അളവിലുള്ള ജലത്തിന്റെ സാന്നിധ്യമുള്ളതായി നേരത്തെ തന്നെ നാസ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ജലം അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയതിനു ശേഷവും അവിടെ ജലം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പിന്നീട് ആ ജലവും അവിടെ നിന്നും നഷ്ടമായിട്ടുണ്ട്. എന്നാൽ പ്രതലത്തിലുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെയും കുറേയധികം ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. മരുഭൂപ്രദേശങ്ങളിലേക്ക് പോയാൽ പോലും അവിടെ വളരെയധികം അടിയിലായിട്ട് ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ജലം ഒരു ഉറവയായിട്ട് അവിടെ നിന്നും ഇറ്റ് വെളിയിലേക്ക് വരുന്നുമുണ്ട്. അതൊരു തടാകമായി മാറുന്നുമുണ്ട്. ഈ പറയുന്നതൊക്കെ ഭൂമിയിലെ കാര്യമാണ്. പക്ഷേ ജലം ചൊവ്വാഗ്രഹത്തിലുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും സംഭവിക്കേണ്ടതാണ്. ഈ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചൈനീസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൊവ്വാഗ്രഹത്തിൽ ഇപ്പോഴും ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. പ്രതലത്തിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ അല്പം ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ജലമുണ്ടാകും. പക്ഷേ ബ്രൈനി നേച്ചറുള്ള അല്ലെങ്കിൽ ഉപ്പുരസം അടങ്ങിയിട്ടുള്ള ജലമായിരിക്കാം അവിടെ ഉണ്ടാവുക. ജലം ബാഷ്പീകരിച്ചു പോയ ഭാഗത്തെ ഉപ്പിൻ്റെ സാന്നിധ്യം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രൈനി നേച്ചർ നേരത്തെ തന്നെ നാസ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. 2015 ചൊവ്വാഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രദേശത്താണ് നാസ ബ്രൈനി വാട്ടറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. RSL അല്ലെങ്കിൽ റക്കറിംഗ് സ്ലോപ്പ് ലിനെ എന്ന പേരിൽ അറിയപ്പെടുന്ന മലനിരകളിൽ നിന്നുമാണ് ഈ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഹൈഡ്രേറ്റഡ് സോൾട്ട് ആണ് അന്ന് കണ്ടെത്തിയത്. അതായത് ജലം ഒരു കാലത്ത് അടങ്ങിയിരുന്ന ഉപ്പ്. അത് സൂചിപ്പിക്കുന്നത് ജലത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷേ സാധാരണഗതിയിലുള്ള ജലമല്ല, അത് ബ്രൈനി വാട്ടർ തന്നെയായിരിക്കും. ബ്രൈനി വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത് വലിയ അളവിലുള്ള ഉപ്പ് തന്നെയാണ്. ഈ ജലം നമുക്ക് ഭൂമിയിലും കണ്ടെത്താൻ സാധിക്കും. ഭൂമിയിലെ സമുദ്രങ്ങളിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. 3 വ്യത്യസ്തമായിട്ടുള്ള ഉപ്പുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മഗ്നീഷ്യം സോൾട്ട്, സോഡിയം സോൾട്ട്, കാൽസ്യം സോൾട്ട് തുടങ്ങിയവയാണവ. ഈ 2 പഠനങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ ജലം അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ കാരണം ബ്രൈനി വാട്ടറിൻ്റെ പ്രത്യേകത തന്നെയാണ്. സാധാരണഗതിയിലുള്ള ജലം പോലെയല്ല. ചൊവ്വാഗ്രഹത്തിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഭൂമിയേക്കാൾ വളരെയധികം കുറഞ്ഞ താപനിലയാണ് അവിടെ ഇപ്പോൾ ഉള്ളതെന്നും നമുക്കറിയാം. ഈ കുറഞ്ഞ താപനിലയിലും കുറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും ബ്രൈനി വാട്ടർ ജലമായിട്ട് തന്നെ, അതായത് ദ്രാവകാവസ്ഥയിലുള്ള ജലമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. അതിൻ്റെ കാരണം സാധാരണഗതിയിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റാണ് ബ്രൈനി വാട്ടറിനുള്ളത്. ബ്രൈനി വാട്ടറിനെ നമ്മളിവിടെ നേരിട്ട് കണ്ടെത്തിയിട്ടില്ല, പക്ഷേ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നാസയുടെ പര്യവേഷണത്തിലും ചൈനയുടെ പര്യവേഷണത്തിലും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഉപ്പിൻ്റെ സാന്നിധ്യമാണ്. മറ്റൊരു കാര്യം ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയാണ്, അവിടുത്തെ താപനിലയാണ്. ആ താപനിലയിൽ ബ്രൈനി വാട്ടർ ഇപ്പോൾ നിലനിൽക്കേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ചൊവ്വാഗ്രഹത്തിൽ ഇപ്പോഴും ബ്രൈനി വാട്ടർ ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെ 2 രീതിയിലുള്ള ഒരു ക്രോസ് വെരിഫിക്കേഷൻ തന്നെ നടന്നിട്ടുണ്ട്. ഒരൊറ്റ കണ്ടെത്തൽ അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇൻസ്ട്രുമെൻറ്റുകൾ പലതരത്തിലുള്ള എററുകൾ സംഭവിക്കാം. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്
വ്യത്യസ്തമായിട്ടുള്ള സ്പേസ് ഏജൻസികൾ ഒരേ കാര്യം തന്നെയാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ 2 സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചൊവ്വാഗ്രഹത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവം ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഏകദേശ ധാരണയിലേക്ക് എത്താം. അത് 100% അങ്ങ് അംഗീകരിച്ച് കൊടുക്കാനും സാധിക്കുകയില്ല, പക്ഷേ അതിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതെല്ലാം എത്തിച്ചേരുന്നത് ഏലിയൻ എന്ന ഒരൊറ്റ ചോദ്യത്തിലേക്ക് തന്നെയാണ്. നമുക്ക് ഏലിയൻസിനെ ഇതുവരെയായും നേരിട്ട് കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുന്നതാണ്. മിക്കവാറും നമ്മൾ ആദ്യമായി കണ്ടെത്താൻ പോകുന്ന ഏലിയൻസ് ചൊവ്വാഗ്രഹത്തിലെ ഏലിയൻസ് തന്നെയായിരിക്കും. എന്നാൽ മൈക്രോബിയൽ വലിപ്പത്തിൽ മാത്രമുള്ള ഏലിയൻ ആകാനാണ് സാധ്യത. പക്ഷേ ആ ജീവനും ഒരു ഏലിയൻ തന്നെയാണ്. നമ്മുടെ ഗ്രഹത്തിൽ പെടാത്ത ഏതൊരു ജീവനും ഏലിയനാണ്, അന്യഗ്രഹ ജീവിയാണ്. ഭാവിയിൽ മനുഷ്യർ നേരിട്ട് ചൊവ്വാഗ്രഹത്തിൽ ഇറങ്ങാനുള്ള പദ്ധതികളും രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജലത്തിൻ്റെ സാന്നിധ്യം വലിയ അളവിൽ വരെ നമ്മളെ സഹായിക്കുന്നതുമാണ്. ബ്രെയിനി വാട്ടർ തീർച്ചയായിട്ടും നേരിട്ട് നമുക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. ഫലപ്രദമായി ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുടിക്കാൻ സാധിക്കുന്ന ജലത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. ചൈനയുടെ ഈ കണ്ടെത്തൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശരിക്കും ഉണ്ടായത്. എന്നാൽ ചൈന ഇത് വെളിയിൽ വിടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. പക്ഷേ ഈ വാർത്തകൾ വെളിയിൽ വരുന്ന ഈ സാഹചര്യത്തിൽ സുറോങ് നിലവിൽ പ്രവർത്തനരഹിതമാണെന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. സുറോങ് പ്രവർത്തിക്കുന്നത് സോളാർ പാനലുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇപ്പോൾ ധാരാളമായി പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് സുറോങ്ങിന്റെ സോളാർ പാനലുകൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുറോങ്ങും പ്രവർത്തിക്കുന്നില്ല. ഭൂമിയേക്കാൾ തീവ്രമായിട്ടുള്ള അപകടകരമായിട്ടുള്ള പൊടിപടലങ്ങളുടെ സാന്നിധ്യമാണ് ചൊവ്വാഗ്രഹത്തിലുള്ളത്. അത് പലപ്പോഴും വലിയ കാറ്റായി വ്യാപിക്കാറുമുണ്ട്. നമ്മുടെ ഭൂമിയിലെ കോണ്ടിനെന്റുകളുടെ അത്രയും വലിപ്പത്തിൽ വരെ ഈ പൊടിക്കാറ്റുകൾ വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മരങ്ങളുടെ അഭാവമാണെന്ന് തന്നെ നമുക്ക് പറയാം. എങ്കിൽ കൂടി ചൈനീസ് ഗവേഷകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പൊടിക്കാറ്റ് മാറി സാധാരണഗതിയിലുള്ള കാറ്റ് വീശുമെന്നും അവിടെ ഇപ്പോൾ അടങ്ങിയിരിക്കുന്ന പൊടി സ്വാഭാവികമായി ഇല്ലാതെയാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ചൊവ്വാഗ്രഹത്തിലെ നിലവിലുള്ള സീസൺ മാറുന്നിടം വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാസയുടെ മുൻകാലങ്ങളിൽ വിക്ഷേപിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന പേടകം, OP എന്ന പേരിൽ അറിയപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി റോവറിന് സംഭവിച്ചത് ഇതുതന്നെയായിരുന്നു. വലിയ രീതിയിലുള്ള പൊടിക്കാറ്റിനെ തുടർന്ന് അതിൻ്റെ സോളാർ പാനലും പൂർണ്ണമായിട്ടും പൊടിപടലങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും അത് പ്രവർത്തിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ കാത്തിരിക്കാം. സുറോങ് എന്ന പേടകം പ്രവർത്തിക്കുമായിരിക്കും. അതിനു പുറമെ മറ്റു പല കണ്ടെത്തലുകളും നടപ്പിലാക്കാൻ സുറോങ്ങിനും നിലവിൽ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പെർസിവറൻസിനും ക്യൂരിയോസിറ്റിക്കുമൊക്കെ സാധ്യമായേക്കും. ഡി നോവോ എവല്യൂഷൻ ഓഫ് മാക്രോസ്കോപ്പിക് മൾട്ടി സെല്ലുലാരിറ്റി എന്ന പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിർമ്മിക്കുന്നത്. അത് വെറും ഒരു ശാസ്ത്ര പ്രബന്ധം മാത്രമല്ല, എക്സ്പെരിമെൻ്റലി തെളിയിച്ചതിന് ശേഷമാണ് അവർ അത് പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരു ഇന്ത്യൻ വംശജ കൂടിയുണ്ട്. എന്താണ് ഈ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിൽ മാക്രോസ്കോപ്പിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതും മനുഷ്യൻ്റെ പരിണാമവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മാക്രോസ്കോപ്പിക് ജീവജാലങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ജീവജാലങ്ങളെയാണ്. അത് വളരെയധികം വലിപ്പക്കുറവുള്ളതാണെങ്കിലും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാക്രോസ്കോപ്പിക് ജീവജാലങ്ങളാണ്. നമ്മളെല്ലാവരും മാക്രോസ്കോപ്പിക് ജീവജാലങ്ങളാണ്. വളരെയധികം വലിപ്പം കുറഞ്ഞ ഉറുമ്പുകളും മാക്രോസ്കോപ്പിക് ജീവജാലങ്ങളാണ്. എങ്ങനെയാണ് മാക്രോസ്കോപ്പിക് ജീവജാലങ്ങൾ ഉണ്ടായതെന്നാണ് ഈ പ്രബന്ധത്തിലൂടെ അവർ പറയുന്നത്. അത് എക്സ്പെരിമെൻറ്റിലൂടെ അവർ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ജീവജാലങ്ങളാണ് വളരെയധികം വലിപ്പം കുറഞ്ഞിട്ടുള്ള ജീവജാലങ്ങൾ. അബയോജെനസിസ് അനുസരിച്ച് ഭൂമിയിൽ ആദ്യമുണ്ടായത് ഏകകോശ ജീവജാലങ്ങളായിരുന്നു. ഏകദേശം ഒരു 400 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആ ജീവജാലങ്ങൾ ഉണ്ടായത്. പിന്നീട് വർഷങ്ങൾ കൊണ്ട് അവ പരിണമിച്ച് മൾട്ടി സെല്ലുലാർ ജീവജാലങ്ങളായിട്ട് മാറുകയായിരുന്നു. അവ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന മാക്രോസ്കോപ്പിക് ലെവലിലുള്ള ജീവജാലങ്ങളായി പരിണമിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ മാക്രോസ്കോപ്പിക് ജീവജാലങ്ങൾ ഉണ്ടായത്? ആദ്യം ഉണ്ടായിട്ടുള്ള ഏകകോശ ജീവി എങ്ങനെ ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് തന്നെ ഉണ്ട്. 1952 മില്ലറും യൂറയും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള മില്ലർ യൂറേ എക്സ്പെരിമെൻറ്റ്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ശാസ്ത്ര പുസ്തകത്തിൽ ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ മുൻപൊരിക്കൽ നമ്മൾ ബ്രൈറ്റ് കേരളത്തിൽ ചെയ്തതുമാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും വളരെ ലഘുവായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൂമി, ആ ഭൂമിയിലെ അന്തരീക്ഷം അവർ ലാബിൽ പുനഃസൃഷ്ടിക്കുകയായിരുന്നു. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന വാതകങ്ങളും മറ്റ് മോളിക്യൂൾസും എല്ലാം അതിലുണ്ടായിരുന്നു.
അവിടേക്ക് അവർ ഒരു കൃത്രിമമായിട്ടുള്ള ലൈറ്റ്നിങ് അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിന് തുല്യമായിട്ടുള്ള ഒരു ഇലക്ട്രിക് തരംഗം കടത്തിവിടുകയുണ്ടായി. പിന്നീട് അവർ അതിലുണ്ടായ കമ്പോണൻസിനെ പ്രത്യേകം എടുത്ത് പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയിലാണ് അവർക്ക് മനസ്സിലായത് ജീവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രോട്ടീൻ, ആ പ്രോട്ടീൻ ഉണ്ടാകുന്നത് അമിനോ ആസിഡിൽ നിന്നാണ്. ആ അമിനോ ആസിഡിനെ അല്ലെങ്കിൽ ആ ഓർഗാനിക് മോളിക്യൂൾസിനെ അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധ്യമായിരിക്കുന്നു. അത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു. കുറേ അധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയി മാറി. പിന്നീട് പരിണാമത്തിലൂടെ അവ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഈ ജീവജാലങ്ങളായി മാറുകയായിരുന്നു. എങ്ങനെയാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ടായത്? തിയറികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി അത് തെളിയിക്കാൻ നമുക്ക് സാധ്യമായിരുന്നില്ല. കുറേ അധികം വർഷങ്ങളായി അതിനു വേണ്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. 2012 വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നടപ്പിലാക്കിയത്. പക്ഷേ അത് വലിയൊരു പരാജയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈസ്റ്റാണ് അതിനുവേണ്ടി അവർ എടുത്തത്. ഈസ്റ്റ് എടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. ഈസ്റ്റ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ആ ഓർഗാനിസത്തെ ഉപയോഗിച്ച് ഏതാണ്ട് 1000 വർഷമായിട്ട് നമ്മൾ മാവ് പുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ പുളിച്ച മാവ് ഉപയോഗിച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്റ്റിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് അതിനെ ബ്രീഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണത്തിൽ ഈസ്റ്റാണ് അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ അത് വലിയൊരു പരാജയമായിരുന്നു. ഈസ്റ്റിനെ അവർ ബ്രീഡ് ചെയ്ത് ഏതാണ്ട് 60 ദിവസം കൊണ്ട് മറ്റൊരു ജീവജാലമാക്കി മാറ്റാൻ സാധിച്ചു എന്ന് പറയാം. പക്ഷേ അതൊരു പരാജയമാണെന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് പുതിയൊരു ഓർഗാനിസമായി അത് മാറിയത്? വളരെയധികം വലിപ്പം കുറഞ്ഞ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ് ഈസ്റ്റ്. 60 ദിവസം കൊണ്ട് അത് കുറേയധികം വലിപ്പമുള്ള ഏകദേശം 100 ഇരട്ടി വലിപ്പമുള്ള ഒരു ഓർഗാനിസമായിട്ട് മാറുകയായിരുന്നു. അതായത് 100 ഈസ്റ്റ് സെല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ജീവജാലം. പക്ഷേ അതിനൊരു ജീവജാലമാണെന്ന് പറയാൻ സാധിക്കുമോ? ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്ന സെല്ലുകളെല്ലാം പരസ്പരം വേർപിരിഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിരുന്നു. ഇതിനു പുറമെ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഓരോ സെല്ലുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ദൗത്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സെല്ലുകളും ഒരേ ജോലികൾ തന്നെ ചെയ്യുന്നു. 100 വ്യത്യസ്തമായിട്ടുള്ള ഈസ്റ്റ് സെല്ലുകൾ പരസ്പരം കൂടിച്ചേർന്ന ഒരു അവസ്ഥയായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനുശേഷവും വ്യത്യസ്തമായിട്ടുള്ള ഗവേഷകർ ഇതേ പരീക്ഷണം തന്നെ പല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പരാജയമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2023 നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണത് വിജയമായി മാറിയത്? ആദ്യം നടപ്പിലാക്കിയ എക്സ്പെരിമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് കാര്യമാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത്? അവർ ചെയ്തത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അതിലടങ്ങിയിരുന്ന ഓക്സിജനെ പൂർണ്ണമായിട്ടും അവർ ഇല്ലാതെയാക്കി. നമുക്കറിയാം, ആദ്യ സെല്ലുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഓക്സിജൻ തീർത്തും ഇല്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് ആദ്യ സെല്ലുകൾ ഉണ്ടായത്. പിന്നീടാണ് അവ ബഹുകോശ ജീവജാലങ്ങളായി മാറിയത്. പക്ഷേ 2012 അതിനുശേഷം നടപ്പിലാക്കിയിട്ടുള്ള എക്സ്പെരിമെൻറ്റിലുമൊക്കെ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവിടെ അവർ ഒന്നും ചെയ്തില്ല. ആ ഓക്സിജനെ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. അതിനുശേഷം ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. അതിന് പക്ഷേ ഏകദേശം 600 ദിവസം വരെ, അതായത് 2 വർഷ കാലയളവ് വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തെ തന്നെ അവർക്ക് ലഭ്യമാവുകയാണ്. ആ ഓർഗാനിസം പൂർണ്ണമായിട്ടും മൾട്ടി സെല്ലുലാർ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അതിലടങ്ങിയിരിക്കുന്ന സെല്ലുകൾ എല്ലാം തന്നെയും വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്. ചില സെല്ലുകൾക്ക് കാഠിന്യം വളരെ കൂടുതലാണ്, ചില സെല്ലുകൾ വളരെയധികം സോഫ്റ്റ് ആണ്. അതേസമയം മറ്റു ചില സെല്ലുകൾ സെൽഫ് ഡിസ്ട്രക്ഷന് വിധേയമാകുന്നുമുണ്ട്. അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന വേസ്റ്റിനെ വെളിയിലേക്ക് പുറന്തള്ളാൻ വേണ്ടിയായിരിക്കാം ആ സെൽഫ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. അതെന്താണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ചുരുക്കത്തിൽ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തെ റീക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധ്യമായിരിക്കുന്നു. ആദ്യകാലത്തുണ്ടായിരുന്ന സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസ് ഇപ്രകാരം ആയിരിക്കാം മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായിട്ട് മാറിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ എവല്യൂഷൻ യാഥാർത്ഥ്യമല്ല. കാരണം നമുക്കറിയാം ഭൂമിയുടെ ഇപ്പോഴത്തെ സാഹചര്യം. ഈ കണ്ടീഷനിൽ ഇവിടെ ധാരാളമായിട്ട് ഓക്സിജൻ എന്ന വാതകമുണ്ട്. ആ വാതകം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായിട്ട് പരിണമിച്ചത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തെയാണ് ഗവേഷകർ ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന വളരെ വലിപ്പമേറിയിട്ടുള്ള ഓർഗാനിസംസ് ആണിവ. ആദ്യമുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ 20,000 ഇരട്ടി വലിപ്പം വരും ഇതിന്. ആദ്യമുണ്ടായിരുന്ന ഈസ്റ്റ് ഒരൊറ്റ സെല്ലിന് മാത്രം ഉണ്ടായിരുന്ന ഈസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മൾട്ടി സെല്ലുലാർ ഈസ്റ്റിൽ
5 ലക്ഷത്തോളം വരുന്ന സെല്ലുകളാണ് അടങ്ങിയിരിക്കുന്നത്. അത്രയധികം വലിപ്പമേറിയിട്ടുള്ള ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ആദ്യ കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഈസ്റ്റ് ഉണ്ടായിട്ട് ഏകദേശം ഒരു 1.5 മില്യൺ വർഷങ്ങൾ മാത്രമേ കഴിയുന്നുള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതായത് ആദ്യത്തെ പരിണാമം സംഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈസ്റ്റിന് സമാനമായിട്ടുള്ള സെല്ലുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ സെല്ലുകൾ ഇപ്രകാരം ഈസ്റ്റ് എങ്ങനെയാണോ പരിണമിച്ചത് അതേ രീതിയിൽ തന്നെയാണ് പരിണമിച്ചിരിക്കുന്നത്. അത് വളരെയധികം പ്രയാസമുള്ള ഒരു പ്രക്രിയയൊന്നുമല്ല. അതിന് ഒരുപാട് വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. ഒരു ജീവജാലം തന്നെ മൾട്ടി സെല്ലുലാർ ജീവജാലമായി മാറുന്നുമുണ്ട്. പിന്നീട് മാറിയ ഈ മൾട്ടി സെല്ലുലാർ ജീവജാലം റീപ്രൊഡക്ഷനിലൂടെ പുതിയ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ജീവജാലം ആദ്യമുണ്ടായ ഈസ്റ്റ് ആയിരിക്കില്ല, അത് മൾട്ടി സെല്ലുലാർ ജീവജാലം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് കൂടി നമുക്കിവിടെ പറയാൻ സാധിക്കുന്നതാണ്. ഇത് ഗ്രേറ്റ് ഫിൽട്ടർ എന്ന ഒരു ഹൈപ്പോത്തസിസിന് എതിരാണ്. ഗ്രേറ്റ് ഫിൽട്ടർ എന്തുകൊണ്ടാണ് ഇത്രയധികം വലിപ്പമേറിയിട്ടുള്ള പ്രപഞ്ചത്തിൽ നമുക്ക് അന്യഗ്രഹ ജീവജാലങ്ങളെ കാണാൻ സാധിക്കാതെ പോകുന്നത്? ഇവിടെ ധാരാളമായിട്ടും അന്യഗ്രഹ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്, പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നിരവധി ഗ്രേറ്റ് ഫിൽട്ടറിൽ പറയുന്നുണ്ടെങ്കിലും അതിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാരണം ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ടാകാനുള്ള പ്രക്രിയ തന്നെയാണ്. ഭൂമിയെപ്പോലുള്ള അല്ലെങ്കിൽ ഭൂമിയിലെ സാഹചര്യങ്ങളുള്ള ഏതൊരു ഗ്രഹത്തിലും സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഉണ്ടാകും. അത് അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. പക്ഷേ പിന്നീട് അത് എങ്ങനെയാണ് മൾട്ടി സെല്ലുലാർ ജീവജാലമായി മാറുന്നത്? കാരണം നമുക്കിവിടെ ലാബിൽ പോലും അത് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സൂചന പോലും നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല. വളരെയധികം ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഗ്രേറ്റ് ഫിൽട്ടർ അനുസരിച്ച് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ഉണ്ടാകുന്ന ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷേ അവ മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായി മാറുന്നില്ല. അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഗ്രേറ്റ് ഫിൽട്ടർ പറയുന്ന ആ പോയിന്റ് തെറ്റാണ്. പകരം സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയി മാറുന്നുണ്ട്. അത് അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് അല്ലതാനും. നമ്മളിപ്പോൾ ഈസ്റ്റിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന ഈ പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ ഫംഗസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ലൈം മോൾഡ് ഇതിൻ്റെ മികച്ച ഒരു ഉദാഹരണം തന്നെയാണ്. ആ സ്ലൈം മോൾഡ് ഉണ്ടാകുന്നത് ഒരു ഏകകോശ ജീവിയായിട്ടാണ്. എന്നാൽ പിന്നീട് കാലഘട്ടം കഴിയുന്നതനുസരിച്ച് അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായിട്ട് മാറുന്നുമുണ്ട്. എന്തിനേറെ പറയണം, അത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചില ഫിനോമിനുകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്, നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഈസ്റ്റിന് സമാനമായിട്ടുള്ള ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. അത് തെളിയിക്കുന്നതും ഇത് ആദ്യമായിട്ട് തന്നെ. ഫംഗസിൽ ഇത് നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഫംഗസിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുമുള്ളൂ. നമ്മളിൽ നിന്നും 1350 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നെബുല, ഒറയോൺ നെബുല എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നെബുല തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഒറയോൺ നെബുലയുടെ ഒരു ചിത്രം ചിത്രീകരിക്കുകയും നമുക്ക് അയച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹബിൾ ചിത്രീകരിച്ച ഒറയോൺ നെബുലയുടെ ചിത്രവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കണ്ടെത്തലാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു നക്ഷത്രം, നെബുല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായി ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അത് മിൽക്കി വേയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു പുതിയ നക്ഷത്രം അല്ലെങ്കിൽ വളരെയധികം പ്രായം കുറഞ്ഞ ഒരു നക്ഷത്രം D203 506 എന്ന പേരിലാണ് ആ സിസ്റ്റം അറിയപ്പെടുന്നത്. അവിടെ നിന്ന് നമ്മൾ മീഥൈൽ കാറ്റയോണിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. CH3+ എന്ന പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക് തുടക്കക്കാരനാണ് ഈ ഒരു കോമ്പൗണ്ട്. നമുക്കറിയാം ജീവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ജീവൻ എന്ന് പറയുന്നത് കാർബണുമായി ബന്ധപ്പെട്ടതാണ്. കാർബൺ ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ജീവനും ഇവിടെ നിലനിൽക്കുകയില്ല. അതേസമയം തന്നെ സിലിക്കൺ ബേസ്ഡ് ജീവജാലങ്ങളെക്കുറിച്ചും പറയുന്ന ഹൈപ്പോത്തിസിസുകളുണ്ട്. പക്ഷേ അത് ഹൈപ്പോത്തിസിസ് ആയിട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ജീവജാലത്തെയും കണ്ടെത്താൻ നമുക്ക് ഇതുവരെയായിട്ടും സാധ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളുടെ അടിസ്ഥാനത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ കണമെന്ന് പോലും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പദാർത്ഥത്തെയാണ് വളരെയധികം അകലെയുള്ള ഒരു നെബുലയിൽ നിന്നും അല്ലെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ സമീപത്തു നിന്നും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉണ്ടാകുമെന്നല്ല, അതിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അതിനു പുറമെ ഈ കണ്ടെത്തൽ ഒരു പ്രബന്ധമാക്കി നേച്ചർ മാഗസിനിൽ പബ്ലിഷ് ചെയ്തു വന്നിട്ടുമുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് ആ ചിത്രം ചിത്രീകരിച്ചതെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രമാണ് ഈ കണ്ടെത്തലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധ്യമായത്. താല്പര്യമുള്ളവർക്ക് ആ ആർട്ടിക്കിളിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. D203-506 എന്ന് പറയുന്ന സ്റ്റാർ സിസ്റ്റം അത് നമ്മുടെ സൗരയൂഥം പോലുള്ള ഒരു സിസ്റ്റം അല്ല. അതിപ്പോൾ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിന്റെ ടൈപ്പിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അതായത് സൗരയൂഥത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഒരു സോളാർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാർ സിസ്റ്റത്തിന്റെ തുടക്കഘട്ടത്തിൽ മാത്രമാണ്. അവിടെ ഇപ്പോൾ ശരിക്കുമുള്ള ഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഗ്രഹങ്ങളുടെയൊക്കെ തുടക്കമായിട്ടുള്ള പ്ലാനറ്റെസിമൽസ് അവിടെ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡിസ്കിൻ്റെ രൂപം തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സോളാർ സിസ്റ്റത്തിനും ഒരു ഡിസ്കിൻ്റെ രൂപമല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ അവിടെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ വളരെയധികം കുറവാണ്. പദാർത്ഥങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അടങ്ങിയിരിക്കുന്ന ഗ്രഹങ്ങളാണ്. ആകെ 8 ഗ്രഹങ്ങളേ ഉള്ളൂ. പിന്നെ കുറേ അധികം ആസ്ട്രോയിഡുകളും ഒക്കെയാണ് നമ്മുടെ സൗരയൂഥത്തിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ പ്ലാനറ്റെസിമൽസ് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. ഗ്രഹങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരുപാട് സെലസ്റ്റിയൽ ബോഡികളുണ്ട്. എത്ര എണ്ണിയാലും ഒടുങ്ങാത്ത അത്രയും പ്ലാനറ്റെസിമൽസ് അവിടെ അടങ്ങിയിട്ടുണ്ട്. ആസ്ട്രോയിഡുകളുടെ എണ്ണത്തിലും വളരെയധികം വർധനവ് തന്നെയാണ് അവിടെ ഉണ്ടാവുക. പക്ഷേ കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പല പ്ലാനറ്റെസിമൽസും പരസ്പരം കൂടിച്ചേർന്ന് കുറേ കൂടി വലിപ്പമുള്ള ഗ്രഹങ്ങളായി മാറുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സൗരയൂഥത്തിന് സമാനമായിട്ടുള്ള ഒരു ഗ്രഹമായി അവിടെ മാറുകയാണ്. ആ ഭാഗത്താണ് ജീവന്റെ കാരണമാകുന്ന അല്ലെങ്കിൽ ജീവന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള മീഥൈൽ കാറ്റയോണിനെ കണ്ടെത്തിയിരിക്കുന്നത്. അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പ്ലാനറ്റെസിമൽ ഫോമിലാണെങ്കിൽ പോലും അതിൻ്റെ മധ്യഭാഗത്ത് ഒരു നക്ഷത്രമുണ്ട്. പക്ഷേ ആ നക്ഷത്രം നമ്മുടെ സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രമല്ല. സൂര്യൻ ഒരു മഞ്ഞക്കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ യെല്ലോ ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ, കുറച്ചു മാത്രം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് ഇവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു ചുവന്ന കുള്ളൻ അല്ലെങ്കിൽ ഒരു റെഡ് ഡ്വാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമായ പ്രോക്സിമ സെന്റൗറിയും ഇത്തരത്തിലുള്ള ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രം തന്നെയാണ്. പക്ഷേ സൂര്യൻ്റെ ഇരട്ടി ആയുസ് ഇതിനുണ്ടായിരിക്കും. വലിപ്പം കൂടുന്നതനുസരിച്ച് ആയുസ്സും കുറയുന്നതാണ്. കാരണം കൂടുതൽ വേഗതയിൽ തന്നെ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നു. അങ്ങനെ കൂടുതൽ ഊർജ്ജം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അവിടെ അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷന് കാരണമായി മാറുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആറ്റങ്ങൾ ഇല്ലാതെയാകുന്നു. ഒടുവിൽ അതൊരു സൂപ്പർനോവയ്ക്ക് കാരണമായി മാറുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം വലിപ്പമേറിയിട്ടുള്ള നക്ഷത്രങ്ങൾ അതിൻ്റെ ആയുസ് വളരെ കുറവാണ്. അവയ്ക്ക് നല്ല ആയുസ് ഉണ്ട് താനും. നമ്മുടെ സൂര്യനെ എടുക്കുകയാണെങ്കിൽ സൂര്യന് ഇപ്പോൾ ഏകദേശം 450 കോടി വർഷത്തെ പഴക്കമാണുള്ളത്. ഇനി ഒരു 450 കോടി വർഷം കൂടി സൂര്യൻ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിലും ഇരട്ടി വർഷം ജീവിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കാൻ സാധിക്കുന്ന നക്ഷത്രത്തെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് ഏകദേശം ഒരു 1800 കോടി വർഷമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ വളരെ തുടക്കഘട്ടം മാത്രമാണ് ഇപ്പോഴുള്ളത്. ആ തുടക്കഘട്ടത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഈ പദാർത്ഥം ഉണ്ടെങ്കിൽ കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിക്ക് സമാനമായിട്ടുള്ള ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡി ലോക്ക് സോണിലുള്ള ഗ്രഹങ്ങൾ അവിടെ ഉണ്ടാവുകയും അവിടെ ഈ മീഥൈൽ കാറ്റയോണുകൾ അല്ലെങ്കിൽ അത് കാരണം സൃഷ്ടിക്കപ്പെടുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ടുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ജീവന്റെ തുടക്കം അവിടെ ഉണ്ടാകുന്നു. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. നെബുലയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരവധി നക്ഷത്രങ്ങൾ അവിടെയുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ സമീപത്തായിട്ട് തന്നെ കുറേയധികം നക്ഷത്രങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും വലിയ അളവിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളും അവിടെ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന വാസ്തവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ശക്തമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ അവിടെ എത്തിച്ചേരുകയാണെങ്കിൽ മീഥൈൽ കാറ്റയോണ് അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അവിടെ അത് പൂർവാധികം ശക്തമായിട്ട് ധാരാളമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അൾട്രാ വയലറ്റ് രശ്മികൾ എത്തിച്ചേരുന്നുമുണ്ട്. വേറൊരു പഠനം ഈ അടുത്തിടയ്ക്ക് തന്നെ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു പഠനത്തിലൂടെ പറയുന്നത് ഇത്തരത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് മീഥൈൽ കാറ്റയോണിൽ ആക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. എന്നാൽ അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു സ്റ്റാർ സിസ്റ്റവും അതിലടങ്ങിയിരിക്കുന്ന മീഥൈൽ കാറ്റയോണിന്റെ സാന്നിധ്യവും ഇതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അത് തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രബന്ധവും പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. മീഥൈൽ കാറ്റയോണിന്റെ സാന്നിധ്യം നമ്മൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വലിയൊരു പ്രശ്നവും അവിടെ നിഴലിക്കുന്നുണ്ട്. നമുക്ക് ഇത്രയധികം പഠനങ്ങൾ നടത്തിയിട്ടും അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധ്യമായിട്ടില്ല.
ജലത്തിൻ്റെ സാന്നിധ്യം നമ്മൾ പലയിടത്തും കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവിടെയൊന്നും നമുക്ക് മീഥൈൽ കാറ്റയോണിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മീഥൈൽ കാറ്റയോണിനെ കണ്ടെത്തിയപ്പോൾ അവിടെ ജലത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്താൻ അല്ലെങ്കിൽ സാന്നിധ്യം കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഡേറ്റയുടെ അഭാവം കാരണമായിരിക്കാം കൂടുതലായി ലഭ്യമാകുന്ന ഡേറ്റകളുടെ സഹായത്തോടു കൂടി അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധ്യമായേക്കും. ജലം ശരിക്കും പ്രപഞ്ചത്തിൽ ധാരാളമായി തന്നെ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വലിയ അളവിലുള്ള ജലത്തെ തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴായി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് മീഥൈൽ കാറ്റയോണിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഭൂമിയിൽ മാത്രമാണ്. ഭൂമിക്ക് വെളിയിൽ അത് കണ്ടെത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. ജെയിംസ് വെബിൽ അടങ്ങിയിരിക്കുന്ന നിർക്യാമും മിർക്യാമും, അതായത് നിയർ ഇൻഫ്രാറെഡ് ക്യാമറയും മിഡ് ഇൻഫ്രാറെഡ് ക്യാമറയും, ഈ 2 ക്യാമറകളുടെ സഹായത്താലാണ് നമുക്ക് ഈ ഒരു ചിത്രം ചിത്രീകരിക്കാൻ സാധ്യമായത്. ഈ 2 ക്യാമറകളും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ലഭ്യമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചിത്രം നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് ഡേറ്റകളായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ പറയുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ നമുക്കൊരിക്കലും കാണാൻ സാധിക്കുന്ന വിസിബിൾ സ്പെക്ട്രത്തിൽ അടങ്ങിയിരിക്കുന്നതല്ല. അതിൻ്റെ വെളിയിലാണ് ഇതിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇൻഫ്രാറെഡിനെ കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെയാണ് സ്യൂഡോ കളറിംഗ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. വിസിബിൾ സ്പെക്ട്രത്തിൽ ഒരുപാട് ഫ്രീക്വൻസി റേഞ്ചുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡിലും ഒരുപാട് ഫ്രീക്വൻസി റേഞ്ചുകൾ അടങ്ങിയിട്ടുണ്ട്. ആ സ്പെക്ട്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന വിസിബിൾ സ്പെക്ട്രത്തിലേക്ക് എടുത്തു മാറ്റിവെച്ചാലുള്ള അവസ്ഥ എന്താണ്? അങ്ങനെ എടുത്തു മാറ്റിവെച്ച അല്ലെങ്കിൽ അങ്ങനെ ആ സ്പെക്ട്രത്തെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്യൂഡോ കളറിംഗ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ദൃശ്യം നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമല്ല, മറിച്ച് അതിനെ സ്യൂഡോ കളറിംഗിന് വിധേയമാക്കിയതിന് ശേഷം ലഭ്യമായിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൻ്റെ അർത്ഥം ഇത് തെറ്റായിട്ടുള്ളൊരു ചിത്രമാണെന്നല്ല. വിസിബിൾ സ്പെക്ട്രത്തിലേക്ക് എടുത്ത് മാറ്റിവെക്കുകയല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും നമ്മളിവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥ ചിത്രമാണെന്ന് പറയുന്നതിലും തെറ്റുകളൊന്നുമില്ല. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ജെയിംസ് വെബ് പ്രപഞ്ചത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്കാണ് ആ കണ്ടെത്തൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു വന്നത് ഒരാഴ്ച മുൻപ് മാത്രമാണ്. സീരീസ് 1019 എന്ന ഗാലക്സിയിലാണ് ഈ പഴക്കമേറിയ ആക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് ഹോൾ അടങ്ങിയിരിക്കുന്നത്. ഇതൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ തന്നെയാണ്. ബിഗ് ബാങ് സംഭവിച്ച് വെറും 57 കോടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടായത്. ആ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടായത് ബിഗ് ബാങ് സംഭവിച്ച് 100 കോടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അതായത് അതിനേക്കാൾ 50 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടായത്. ശരിക്കും ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. എങ്ങനെയാണ് അത്രയധികം പഴക്കത്തിൽ തന്നെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്? ബ്ലാക്ക് ഹോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിലാണ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നത്. ബിഗ് ബാങ് സംഭവിച്ച് പിന്നെയും കുറേ അധികം വർഷങ്ങൾ, ഏകദേശം ഒരു 3.5 ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പ്രകാശം അല്ലെങ്കിൽ ഫോട്ടോൺസ് ഉണ്ടാകുന്നത്. അതും കഴിഞ്ഞ് പിന്നെയും കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ നക്ഷത്രം ഉണ്ടാകുന്നത്. അതും കഴിഞ്ഞ് കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ആ നക്ഷത്രങ്ങൾ മരണമടഞ്ഞ് ബ്ലാക്ക് ഹോളുകളായി മാറുന്നത്. അത് ഈ 57 കോടി വർഷം കൊണ്ട് സാധ്യമാകുമോ? ഗവേഷകർ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തിരിക്കുന്ന ആദ്യകാല നക്ഷത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിൽ ചില തെറ്റുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ആയിരിക്കേയില്ല ആ നക്ഷത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. കൂടുതൽ തീവ്രമായിട്ടുള്ള വേഗതയിൽ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുറേ കൂടെ മാസീവായിട്ടുള്ള ഒരു നക്ഷത്രമായിരിക്കാം ആദ്യ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ആദ്യ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ അവിടെ ഉണ്ടായത്. ഈ ബ്ലാക്ക് ഹോളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ മാസ് വളരെയധികം കുറവാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ നക്ഷത്രങ്ങൾ വളരെയധികം മാസീവായിട്ടുള്ള നക്ഷത്രങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിനെ തുടർന്നുണ്ടായ ബ്ലാക്ക് ഹോളുകളും വളരെയധികം മാസീവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ബ്ലാക്ക് ഹോൾ, ആ ബ്ലാക്ക് ഹോളിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ 90 ലക്ഷം ഇരട്ടി മാത്രമാണ്. 90 ലക്ഷം ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഖ്യയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആദ്യകാല ബ്ലാക്ക് ഹോളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അത്ര വലിയ ഒരു സംഖ്യയൊന്നുമല്ല. നമ്മുടെ മിൽക്കി വേയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന ഒരു ബ്ലാക്ക് ഹോൾ, ആ ബ്ലാക്ക് ഹോളിൻ്റെ മാസ് ഇതിൻ്റെ ഏകദേശം പകുതിയാണ്. അതായത് നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ ഏകദേശം 50 ലക്ഷം ഇരട്ടിയാണ് സജിറ്റേറിയസ് എ സ്റ്റാറിൻ്റെ മാസ്. അതിൻ്റെ ഏകദേശം 2 ഇരട്ടി മാസാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ബ്ലാക്ക് ഹോളിനുള്ളത്. പക്ഷേ 2 ഇരട്ടിയല്ല, അതിനേക്കാളുമൊക്കെ വളരെയധികം ഇരട്ടി മാസ് ഉണ്ടായിരിക്കേണ്ടതാണ് ആദ്യകാല ബ്ലാക്ക് ഹോളിന്. ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് കുറേ തെളിവുകൾ മാത്രമാണ്.
ആ തെളിവുകളെ നമുക്കിനി പഠനത്തിന് വിധേയമാക്കി നമ്മുടെ നിലവിലുള്ള മോഡലുകളെ പോലും അഴിച്ചു പണിയേണ്ടതായിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് പുതിയൊരു കണ്ടെത്തൽ കൂടി പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അത് സമയവുമായി ബന്ധപ്പെട്ടതാണ്. സമയം എപ്പോഴും സ്റ്റാൻഡേർഡായി തന്നെ നിലനിൽക്കുന്നു, അത് മാറുന്നില്ല എന്നൊക്കെയുള്ള നിഗമനമാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പഠനങ്ങൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോഴും സാധ്യമായിട്ടില്ല. അതായത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമയം കുറെ കൂടി പതിഞ്ഞ വേഗതയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ അങ്ങനെയാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല.